വചനം തിരുവചനം മാനവരക്ഷാവചനം വചനം തിരുവചനം ജീവനേകും വചനം കാതുകളെ ശ്രവിച്ചിടുക പാവന സുവിശേഷം ഹൃദയങ്ങളെ ഒരുങ്ങിയിടുക വചനത്തെ എതിരേൽക്കാൻ. ഹല്ലേലൂയ ഗീതം പാടി ആരാധിക്കാം. ഹല്ലേലൂയ ഗീതം പാടി വാഴ്ത്തിടാം. ഹല്ലേലൂയ ഗീതം പാടി ആരാധിക്കാം. ഹല്ലേലൂയ ഗീതം പാടി വാഴ്ത്തിടാം. ക്രിസ്മസ് ഒക്കെ അടുത്തു ഇല്ലേ? എല്ലാവരും ക്രിസ്മസിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കാവുമെന്ന് എനിക്കറിയാം. കാരണം നമ്മൾ വളരെ അടുത്തു ക്രിസ്മസ്, ഇനി അധികം സമയമില്ല. അപ്പോൾ അമ്മമാരൊക്കെ എന്താണ് ക്രിസ്മസിൻ്റെ ഫീസ്റ്റ് സദ്യ ഒരുക്കാൻ തയ്യാറാക്കേണ്ടതെന്ന് ആലോചിച്ചുണ്ടായിരിക്കും. കേക്കുകൾ ഉണ്ടാക്കണം. പിള്ളേരൊക്കെ ക്രിസ്മസ് ക്രിബ് ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ നക്ഷത്ര വിളക്ക് തൂക്കുന്നതും അങ്ങനെ ഓരോരോ പരിപാടികൾ നമ്മൾ ക്രിസ്മസിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഞാൻ പറയും, എൻ്റെ വീട്ടിൽ ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് എൻ്റെ ഉത്തരവാദിത്തമാണ് ക്രിസ്മസ് ക്രിബ് ഉണ്ടാക്കുക എന്നുള്ളത്. ഇപ്പോൾ എനിക്ക് 64 വയസ്സായി, പക്ഷേ ഇപ്പോഴും ആ ക്രിബ് ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്വം എൻ്റെ കയ്യിലാണ്. അപ്പോൾ എൻ്റെ പിള്ളേർ പറയും, അമ്മയ്ക്ക് വല്ല ഭ്രാന്തുണ്ടാവും, ഒരു റെഡിമെയ്ഡ് ക്രിബ് അങ്ങോട്ട് വാങ്ങി വെച്ചാൽ പണി കഴിഞ്ഞില്ലേ, എളുപ്പമല്ലേ? നമ്മൾ എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. പക്ഷേ ആ ക്രിബ് ഉണ്ടാക്കേണ്ട ഒരു സന്തോഷമുണ്ടല്ലോ, അത് ഞാൻ റെഡിമെയ്ഡ് ക്രിബ് വാങ്ങിച്ചാൽ എനിക്ക് കിട്ടില്ല. മാത്രമല്ല പണ്ടൊന്നും എനിക്ക് വലിയ കലാബോധമൊന്നുമില്ല. അപ്പോൾ പണ്ടൊക്കെ ഒരു ക്രിബ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ളൊരു പ്രശ്നമാണ്. പക്ഷേ ഇന്ന് യൂട്യൂബിൽ പോയാൽ ഏത് തരം ക്രിബ് ഉണ്ടാക്കേണ്ട മെത്തേഡും പ്രൊസീജിയറും അതിൽ കാണിക്കും. അപ്പോൾ ക്രിബ് ഉണ്ടാക്കുക എന്നുള്ളൊരു പ്രശ്നമല്ല. എനിക്കത് വളരെ സന്തോഷമാണ്. അപ്പോൾ ഞാൻ എൻ്റെ പിള്ളേരോട് പറഞ്ഞു, ഞാൻ ആരോഗ്യമുള്ളിടത്തോളം കാലം, എനിക്ക് ചെയ്യാൻ പറ്റാവുന്നിടത്തോളം കാലം ഞാൻ ക്രിസ്മസ് ക്രിബ് ഉണ്ടാക്കും. നിങ്ങൾ കൂടിയാലും കൊള്ളാം, കൂടിയില്ലേലും കൊള്ളാം. കാരണം എനിക്കൊരു റെഡിമെയ്ഡ് ക്രിബ് വാങ്ങാമെന്നുള്ളത് സാധിക്കാത്ത കാര്യമൊന്നുമല്ല. പക്ഷേ അത് തരുന്ന സന്തോഷം, ക്രിബ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരുക്കം, അപ്പം മനസ്സിൽ നമ്മളങ്ങോട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ക്രിസ്മസിന്. അതൊരു ക്രിബ് വാങ്ങി റെഡിമെയ്ഡ് വാങ്ങിച്ച് കൊണ്ടുവന്ന് വെച്ചാൽ അത് ഉണ്ടാവില്ല. അപ്പോൾ ആ ക്രിബ് ഉണ്ടാക്കുന്നതിനോടൊപ്പം അതിൻ്റെ ഓരോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നതിനോടൊപ്പം ക്രിസ്മസിനായിട്ട് നമ്മളും മാനസികമായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ക്രിസ്മസിൻ്റെ ഈ കാലഘട്ടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം കമേഴ്ഷ്യലൈസ് ചെയ്ത അല്ലെങ്കിൽ കമ്പോളവൽക്കരിക്കപ്പെട്ട ഒരു വലിയ ബിസിനസ്സായിട്ട് ക്രിസ്മസ് മാറി. കാരണം ഇപ്പോൾ എല്ലാ കടയിലും പോയാലും, അത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഭേദമന്യേ എല്ലാ കടയിൽ പോയാലും നമുക്ക് സാധനങ്ങൾ കിട്ടും. നക്ഷത്ര വിളക്കിൻ്റെ വെറൈറ്റി, സീരിയൽ ബൾബുകൾ, പിന്നെ ക്രിസ്മസ് ട്രീകൾ, പിന്നെ പാപ്പാമാർ. ഈ പാപ്പാമാരുടെ നമ്പർ കൂടുമ്പോൾ എനിക്ക് തോന്നും ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് ഈശോയുടെ ബർത്ത്ഡേ ആണോ അതോ ക്രിസ്മസ് പാപ്പയുടെ ബർത്ത്ഡേ ആണോ? കാരണം അത്ര വലുത് പാപ്പയുടെ ആഘോഷം. ആക്ച്വലി ക്രിസ്മസ് പാപ്പ എന്ന് പറഞ്ഞ ഒരു ഇമാജിനറി, ഒരു ഭാവനാ സങ്കല്പം മാത്രമാണ്, അങ്ങനെ ഒരു യാഥാർത്ഥ്യമില്ല. പക്ഷേ ഇപ്പോൾ കൂടുതൽ പോപ്പുലറൈസ് ചെയ്യുന്നത് ആരേനെയാണ്? പാപ്പേനെ, ക്രിസ്മസ് പാപ്പനെ. അതുപോലെ തന്നെ ഇപ്പോൾ ഡ്രസ് കോഡ്. പണ്ട് ക്രിസ്മസിന് അങ്ങനെ ഡ്രസ് കോഡൊന്നുമില്ല. കിട്ടിയ നല്ല ഡ്രസ്സ് ഇട്ട് പള്ളിയിൽ പോകാമെന്നുള്ള. ഇപ്പോൾ ക്രിസ്മസിന് ഡ്രസ് കോഡായി. വെള്ളയും ചുമപ്പാണ് ഇപ്പോൾ ക്രിസ്മസിൻ്റെ റെഡ് കോഡ്. കരോളിന് പോകുമ്പോൾ, ബാക്കി എന്തിനു പോകുമ്പോഴും റെഡ് ഡ്രസ്സ്. അതൊക്കെ പുതിയ നമ്മുടെ കച്ചവട മനസ്ഥിതിയുടെ ഔട്ട്കമ്മായിട്ട് വന്നിട്ടുള്ള ഓരോ കാര്യങ്ങളാണ്. അതിലൊന്നും വലിയ അർത്ഥമില്ല. പക്ഷേ ഞാൻ നോക്കുമ്പോൾ ഓരോ കടകളിൽ നോക്കുമ്പോൾ പുൽക്കൂടിൽ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് സെറ്റ് വളരെ കുറവേ കാണാനുള്ളൂ. ഉണ്ണീശോയിനെയും ഔസേപിതാവിനും ഒക്കെ വളരെ അപൂർവമായിട്ട് ഓരോ കടകളിലും കാണാനുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ക്രിസ്മസ്, ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ക്രിസ്മസിൻ്റെ ദിവസം അവധിയേ അല്ല, ഒരു ക്രിസ്ത്യാനികളുടെ ആഘോഷമായിട്ട് ക്രിസ്മസ് മാറി. പക്ഷേ ഈ ആഘോഷം, അതായത് ക്രിബിടുക, നക്ഷത്ര വിളക്കിടുക, ക്രിസ്മസ് ട്രീ വയ്ക്കുക, അത് എല്ലാം യൂണിവേഴ്സലായി. പക്ഷേ ക്രിസ്മസ് ആഘോഷിക്കുക എന്നുള്ളത്, പള്ളിയിൽ പോവുക അല്ലെങ്കിൽ ആ ദിവസം എന്നുള്ളത് ക്രിസ്ത്യാനികളെ മാത്രം ഒരു ആഘോഷമായിട്ട് മാറി. ബാക്കിയുള്ളവർക്കും അന്ന് വർക്കിംഗ് ഡേ ആണ്. എനിക്കൊന്ന് മൺഡേ 25-ാം തീയതി നോർത്ത് ഇന്ത്യയിലൊക്കെ മിക്കവാറും എല്ലാ സ്റ്റേറ്റിലും ഹോളിഡേ അല്ല, വർക്കിംഗ് ഡേ ആണ്. പണ്ട് ഇത് ലോകം മുഴുവനും അവധി ആചരിച്ചിരുന്ന ദിവസമായിരുന്നു ക്രിസ്മസ് ഡേ. ഇപ്പോൾ അത് മാറി ക്രിസ്ത്യാനികളുടെ ആഘോഷമായിട്ട് മാത്രം. ആഘോഷങ്ങൾ എല്ലാവർക്കും ഉണ്ട്, പക്ഷേ അതിൻ്റെ റിയൽ സെൻസ് മനസ്സിലാക്കിയത് ആഘോഷിക്കുന്നവർ ക്രിസ്ത്യാനികൾ മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ എനിക്ക് എല്ലാവരും നമ്മൾ ഒരുങ്ങാണ്, മാനസികമായിട്ടും ശാരീരികമായിട്ടും കുടുംബപരമായിട്ടൊക്കെ ഒത്തൊരുമിച്ച് വളരെ ആഘോഷത്തോടെ നമ്മൾ ആഘോഷിക്കാനായിട്ട് ഒരുങ്ങാണ്. എനിക്ക് തോന്നുന്നു ക്രിസ്മസ് എന്ന് പറഞ്ഞൊരു ആഘോഷമാണ് അല്ലേ. ഡിസംബർ മാസം വന്നു കഴിഞ്ഞാൽ നമുക്കറിയില്ല, ഒരു ക്രിസ്മസ് വൈബ് നമുക്കങ്ങോട്ട് എത്തും.
അന്ന് ശരിക്കും പറഞ്ഞാൽ പ്രകൃതി വരെ ക്രിസ്മസിന് ഒരുങ്ങും. ഇപ്പോൾ ഈ 2 ദിവസം മഴയുണ്ടെങ്കിലും സാധാരണ ക്രിസ്മസിൻ്റെ കാലത്താകുമ്പോൾ നമുക്കറിയാം നല്ലൊരു പ്ലസൻറ്റ് ക്ലൈമറ്റാണ്. ഒരുപാട് ചൂടില്ല, ഒരുപാട് തണുപ്പില്ല, ഒരു ചെറിയ കാറ്റ്, ഈ പുഴയുടെ അരികിലൊക്കെ ആറ്റുതർബകൾ ഇങ്ങനെ പൂത്തുവലഞ്ഞ് നിൽക്കാം. ഇതൊക്കെ കാണുമ്പോൾ നമുക്കറിയാം ക്രിസ്മസ് വന്നു. പൊതുവെ ആ ഡിസംബർ 1-ാം തീയതി തൊട്ട് നമുക്കൊരു ക്രിസ്മസിനായിട്ടുള്ളൊരു ഒരുക്കം നമ്മുടെ മനസ്സിൽ തുടങ്ങും. ഈ ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്താ ക്രിസ്മസ്? ക്രിസ്മസ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താ? ഉണ്ണിയേശുവിൻ്റെ ജനനം. ഉണ്ണിയേശു മനുഷ്യനായി പിറന്ന ദൈവപുത്രനായ ക്രിസ്തു മനുഷ്യനായി പിറന്നതിൻ്റെ ദിവസമാണ് ക്രിസ്മസ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഈ ക്രിസ്മസ് ആ ഒരു സംഭവത്തിനേക്കാൾ ഉപരി ആ ക്രിസ്മസിന് ഒരുപാട് മാനങ്ങളുണ്ട്. നമുക്കറിയാം ഉൽപ്പത്തി 3:15 സാത്താനോട് തമ്പുരാൻ പറഞ്ഞൊരു വചനമുണ്ട്. നീയും സ്ത്രീയും തമ്മിലും നിന്റെ പുത്രസന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാലിൽ കുത്തി മുറിവേൽപ്പിക്കും. ഈ ഉൽപ്പത്തി 3:15 കർത്താവ് അരുൾ ചെയ്ത സംഭവത്തിൻ്റെ ആവിഷ്കരണമാണ് ക്രിസ്മസ്. നമുക്കറിയാം രക്ഷാകര ചരിത്രത്തിൻ്റെ ഫൈനൽ സ്റ്റേജാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. രക്ഷാകര ചരിത്രം തുടങ്ങുന്നത് അബ്രഹാമിൽ വന്നാണ്. അബ്രാഹാമിനെ വിളിച്ചു, കനാൻ ദേശത്തേക്ക് കൊണ്ടുവന്നു. അബ്രാഹാമിൻ്റെ മക്കൾ ഇസഹാക്ക്, യാക്കോബ്, അങ്ങനെ ആ സന്തതി പരമ്പരകളിലൂടെ 12 ഗോത്രങ്ങൾ, പിന്നെ ഈജിപ്തിലെ അടിമത്തം, ഇസ്രായേലിലെ കാനാൻ ദേശത്തിലേക്ക് എത്തുന്നത്, അവർ ഇസ്രായേൽ അല്ലെങ്കിൽ യഹൂദർ എന്ന് വിളിക്കപ്പെടുന്നത്, അവസാനം ദാവീദ് രാജാവാകുന്നത്, ദാവീദ് വംശത്തിൽ നിന്ന് ക്രിസ്തു ജനിക്കുന്നത്. ഇതൊക്കെ രക്ഷാകര ചരിത്രത്തിൻ്റെ സംഭവങ്ങളാണ്. ഈ രക്ഷാകര ചരിത്രത്തിൻ്റെ ക്ലൈമാക്സ് അല്ലെങ്കിൽ അതിൻ്റെ ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറയുന്നതാണ് ആക്ച്വലി ക്രിസ്മസോട് കൂടെ തുടങ്ങുന്നത്. ക്രിസ്തു ഭൂജാതനായി. ഇനി 33 വർഷം കാലത്തിനുള്ളിൽ ക്രിസ്തു നമ്മുടെ പാപങ്ങളൊക്കെ ഏറ്റെടുത്ത് നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്യുന്ന ആ അവസാന സംഭവത്തിൻ്റെ ആരംഭമാണ് ക്രിസ്മസ് ദിനത്തിൽ ഉളവാകുന്നത്. അപ്പോൾ ഉൽപ്പത്തി 3:15 പൂർത്തീകരണമാണ് ക്രിസ്മസ്. ഇനി മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹം ദൂർത്തടിക്കുന്ന ഒരു സംഭവമാണ് ക്രിസ്മസ്. ദൈവം സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യരെ സൃഷ്ടിച്ചു. ഒരുപാട് സങ്കല്പങ്ങളും മോഹങ്ങളും പ്രതീക്ഷകളും ഒക്കെ ആയിട്ടാണ് ദൈവം ആദത്തെയും ഹവ്വയൊക്കെ സൃഷ്ടിച്ചത്. ഒരൊറ്റ നിമിഷം കൊണ്ട് പിശാച് അതൊക്കെ ചവിട്ടി തേച്ചു. പക്ഷേ ദൈവം അപ്പോഴും നിരാശപ്പെട്ടില്ല. ദൈവം അതിൽ നിന്ന് പിന്മാറിയില്ല. മനുഷ്യനെ, പാപം ചെയ്ത മനുഷ്യനെയും ദൈവം വളരെ ആത്മാർത്ഥമായി സത്യസന്ധമായി സ്നേഹിച്ചുകൊണ്ട് അവൻ്റെ രക്ഷയ്ക്കായി ആ നിമിഷം മുതൽ അവിടുന്ന് പണിയെടുത്ത് തുടങ്ങി. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം, മനുഷ്യരോടുള്ള സ്നേഹം, ആഫ്റ്റർ ഓൾ മനുഷ്യൻ ആരാണ്? മനുഷ്യൻ ദൈവത്തിൻ്റെ ഒരു സൃഷ്ടി മാത്രമാണ്. ദൈവത്തിൻ്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഒരു സൃഷ്ടി മാത്രമാണ് മനുഷ്യൻ. പക്ഷേ ആ സൃഷ്ടിക്ക് ദൈവത്തിൻ്റെ സൃഷ്ടിയോടുള്ള ആഭിമുഖ്യം എന്താണെന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ഉപരിയായിട്ട് ദൈവം മനുഷ്യനെ സ്നേഹിച്ചു. ആ സ്നേഹത്തിൻ്റെ ആർഭാടം, ആ സ്നേഹത്തിൻ്റെ ധൂർത്ത്, അതാണ് ആക്ച്വലി ക്രിസ്മസ് ദിനത്തിൽ നമ്മൾ ആചരിക്കുന്നത്. സ്വന്തം പുത്രനോട്, മോനെ, ഞാൻ പഴയ നിയമകാലത്ത് പല വിധത്തിൽ അവരോട് സംസാരിച്ചു, അവർക്ക് മനസ്സിലാവുന്നില്ല എന്താണ് എൻ്റെ സ്നേഹം എന്ന്. എൻ്റെ സ്നേഹം എങ്ങനെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാം? യേശു പറഞ്ഞു, ഞാൻ പോവാം, ഞാൻ മനുഷ്യനാകാം, ഞാൻ മനുഷ്യരുടെ ഭാഷയിൽ സംസാരിക്കാം, അപ്പോൾ അങ്ങയുടെ സ്നേഹം എന്താണെന്ന് അവർക്ക് മനസ്സിലാകും. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പുനരാവിഷ്കരണം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കുത്തൊഴുക്ക്, അതാണ് ക്രിസ്മസിൽ സംഭവിക്കുന്നത്. ഇനി മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ദൈവം എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? ദൈവനഗരം എന്നുള്ള പുസ്തകത്തിൽ വ്യക്തമാക്കി ദൈവം ആ സിസ്റ്ററിന് വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഒരു കൃപയുടെ വലിയൊരു ഭണ്ഡാരമാണ് ദൈവം. കൃപയുടെ, അനുഗ്രഹങ്ങളുടെ, സമ്പൽ സമൃദ്ധിയുടെ, ഐശ്വര്യത്തിൻ്റെ എല്ലാം ഒരു ഭണ്ഡാരം, വലിയൊരു ഭണ്ഡാരമാണ് ദൈവം. ആ ഭണ്ഡാരത്തിൽ നിന്നും കൃപകൾ വാരി വിതറി വിളമ്പുവാനായിട്ട് ദൈവം തയ്യാറാകുകയാണ് മനുഷ്യന് വേണ്ടിയിട്ട്. പക്ഷേ ഈ കൃപ സ്വീകരിക്കാനായിട്ട് മനുഷ്യന് പറ്റുന്നില്ല. അപ്പോൾ ഈ കൃപകൾ വിതരണം ചെയ്ത് എല്ലാവർക്കും കൊടുക്കുക എന്ന് പറഞ്ഞ് ദൈവം തൻ്റെ പുത്രനെ അയക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നില്ല, യോഹന്നാൻ്റെ ലേഖനത്തിൽ പറയാണ്, ദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹമാണ്. ദൈവത്തിന് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. ദൈവത്തിന് മറ്റൊന്നും അറിയില്ല. ദൈവം എന്ന് പറയുന്ന സ്നേഹം, ദൈവം എന്ന് പറഞ്ഞ കരുണ,
ദൈവം എന്ന് പറഞ്ഞ ദയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ദൈവം നമ്മളെ സ്നേഹിക്കുന്നുവെന്ന് നമുക്ക് ബുദ്ധി കൊണ്ട് വളരെ നന്നായിട്ട് അറിയാം അല്ലേ? നമ്മുടെ ലേഖനങ്ങളിലും സുവിശേഷത്തിലും എല്ലാം, പ്രത്യേകിച്ച് യോഹന്നാൻ്റെ ലേഖനവും യോഹന്നാൻ്റെ സുവിശേഷവും ദൈവസ്നേഹത്തെ മാത്രം പ്രകീർത്തിക്കുന്നതാണ്. ദൈവസ്നേഹമാകുന്നുവെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ കുഞ്ഞുനാൾ തൊട്ട് കേട്ടിട്ടുണ്ട് ദൈവസ്നേഹമാണ്, ദൈവസ്നേഹമാണെന്നുള്ളത്. പക്ഷേ എന്തുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റുന്നില്ല? അല്ലെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുന്നില്ല? നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടെന്ന് എത്ര പേർക്ക് പറയാം? ഞാൻ ഇന്നലെ ഡാനിയൽ അച്ഛൻ്റെ ഒരു ടോക്ക് കേട്ടു. അതിൽ കേട്ടപ്പോൾ എനിക്ക് വളരെ ഇമ്പ്രസീവായിട്ട് തോന്നി. ഡാനിയൽ അച്ഛൻ പറയാണ്, ദൈവം എന്ന് പറഞ്ഞാൽ നമുക്കൊരു അനാസിൻ ഗോഡ്. അതാണ് അച്ഛൻ പറഞ്ഞ വാക്ക്, അനാസിൻ ഗോഡ്. അനാസിൻ ഗോഡ് എന്ന് പറഞ്ഞാൽ എന്താ? അനാസിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സാധാരണ തലവേദനയ്ക്ക് നമ്മൾ കഴിക്കുന്ന ഒരു ഗുളികയുടെ പേരാണ് അനാസിൻ. അപ്പോൾ നമുക്ക് കഷ്ടങ്ങൾ വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ, ദുരിതങ്ങൾ വരുമ്പോൾ അങ്ങോട്ട് വരും. എന്നിട്ട് ഈ അനാസിൻ ഗുളിക കഴിച്ച് സുഖേട് മാറുന്ന പോലെ, അല്ലെങ്കിൽ അസുഖം മാറുന്ന പോലെ ദൈവത്തിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് കാര്യങ്ങളൊക്കെ നടത്തി ഒരു സാക്ഷ്യവും പറഞ്ഞ് ബൈ പോവും. അതാണ് അനാസിൻ ഗോഡ്. നമുക്ക് ദൈവവുമായിട്ടുള്ള ഇപ്പോഴത്തെ നമ്മുടെ ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് അക്കൗണ്ടാണ്. കാര്യങ്ങൾ നടക്കണം, കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കണം. അത് കഴിഞ്ഞാൽ നീ നിൻ്റെ പാട്ടിന്, ഞാൻ എൻ്റെ പാട്ടിന്. ഇതാണോ ദൈവസ്നേഹം? നല്ല ദൈവസ്നേഹം. നിങ്ങളുടെ മക്കൾ, എനിക്ക് ഞാൻ ചോദിക്കട്ടെ, പലരുടെയും മക്കൾ വിദേശത്ത് പഠിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ പല സ്റ്റേറ്റിൽ പഠിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ പല കോളേജുകളിലോ ഹോസ്റ്റലുകളോ ജോലിക്കായിട്ടൊക്കെ പോകുന്ന മക്കളുണ്ടാവും. നിങ്ങൾ അവരെന്ത് ചെയ്യും? ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ അവരെ വിളിക്കാതിരിക്കുമോ? മിനിമം വിളിക്കാതിരിക്കുമോ? വീഡിയോ കോള്, ഓഡിയോ കോളൊക്കെ നമ്മൾ മക്കളെ വിളിക്കും ഇല്ലേ? കാരണം നമ്മൾ മക്കളെക്കുറിച്ച് ഒരുപാട് ഉത്കണ്ഠാകുലരാണ്. അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? അവർ നേരായ വഴിയിലാണോ പോകുന്നത്? അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ അല്ലേ? എനിക്കറിയാം, ഒരു അമ്മ ഒരു ദിവസത്തിൽ 4 പ്രാവശ്യം കുഞ്ഞിനെ വിളിക്കും. കോളേജിൽ പോണേക്കാൻ മുമ്പ്, ലഞ്ച് ബ്രേക്കിന്, ഈവനിങ് വന്ന്, പിന്നെ രാത്രി കിടക്കാൻ പോണേക്കുമ്പോൾ 4 പ്രാവശ്യം ഈ കൊച്ചിനെ വിളിക്കും. ഞാൻ വിചാരിച്ചു, ദൈവം ഇത് മടുക്കില്ല ഇങ്ങനെ 4 പ്രാവശ്യം വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ കൊച്ചു കാത്തിരിക്കാം. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ദൂരെയാണെങ്കിലും അകലെയാണെങ്കിലും ഒക്കെ നമ്മുടെ മക്കളെക്കുറിച്ച് ഒരുപാട് ഉത്കണ്ഠാകുലരാണ്. അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ അറിയാൻ നമുക്ക് താല്പര്യമുണ്ട്. നമ്മളെ ഭൂമിയിലേക്ക് വിട്ടത് ആരാ പ്രിയപ്പെട്ടവരെ? നമ്മളെ ഭൂമിയിലേക്ക് വിട്ടത് ആരാ? ദൈവമാണ്. അപ്പോൾ ദൈവത്തിന് നമ്മുടെ കാര്യങ്ങളിൽ താല്പര്യമില്ലേ? ദൈവം ഓരോ നിമിഷം നമ്മുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അത്രയധികം നമ്മളെ ദൈവം സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ആ സ്നേഹമൊന്നും മനസ്സിലാവുന്നില്ല. നമുക്ക് ദൈവത്തെ സ്നേഹിക്കാനായിട്ട് മനസ്സുമില്ല. അതുകൊണ്ട് ദൈവസ്നേഹമാകുന്നു, ദൈവസ്നേഹമാകുന്നു എന്ന് ഫ്രാൻസിസ് അസീസി 10,000 പ്രാവശ്യം പറയുന്നത് ഇതിൽ ലൈഫ് ഹിസ്റ്ററിയിൽ പറയുന്നുണ്ട്. പക്ഷേ ദൈവസ്നേഹമാകുന്നു നമുക്കും അറിയാം, ബുദ്ധി കൊണ്ട് നമുക്കെല്ലാവർക്കും അറിയാം ദൈവസ്നേഹമാകുന്നു എന്നുള്ളത്. പക്ഷേ നമ്മൾ ദൈവത്തെ അപ്രോച്ച് ചെയ്യുന്ന നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്? ആ സ്നേഹം മനസ്സിലാക്കി ആ സ്നേഹം തിരിച്ചു കൊടുക്കുന്നതാണോ നമ്മുടെ സ്നേഹം? അതോ സ്വന്തം കാര്യം നടക്കാൻ വേണ്ടിയിട്ട് ഒരു ബിസിനസ് അക്കൗണ്ട് പോലെ, അല്ലെങ്കിൽ ഒരു ബിസിനസ് റിലേഷൻഷിപ്പ് പോലെ, സങ്കടം വരുന്നു ദൈവത്തെ കാണുന്നു, പ്രശ്നം പരിഹരിക്കുന്നു, സാമ്പത്തിക ബുദ്ധിമുട്ട് വരുന്നു ദൈവത്തെ കാണുന്നു, പ്രശ്നം പരിഹരിക്കുന്നു, ഏറിയ വന്ന ഒരു സാക്ഷ്യം, 2 ആഴ്ച ആ ദൈവാനുഭവം, അത് കഴിയുമ്പോൾ ആ ദൈവാനുഭവം വാനിഷ്ഡ് പോയി. പിന്നെ അടുത്തൊരു പ്രശ്നം വരണം. അപ്പോൾ വീണ്ടും ഈ പുതിയ ബിസിനസ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തു, വീണ്ടും അത് പരിഹരിച്ചു. ദൈവം പരിഹരിക്കും. കാരണം എന്താ? ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ. ദൈവത്തിൻ്റെ മക്കളെന്ന നിലയിൽ ദൈവത്തിന് നമ്മോട് ഒരുപാട് സ്നേഹമുണ്ട്. അതുകൊണ്ട് നമുക്കറിയാം, നമ്മുടെ മക്കൾ തല്ലുകൂടി പോയാലും വഴക്കൂടി പോയാലും ഒക്കെ ഒരു അമ്മയും മക്കളെ ഉപേക്ഷിക്കുമോ? ഇല്ല. നമ്മൾ വീണ്ടും, അവർ നമ്മളോട് മിണ്ടിയില്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യും? അവർ നമ്മുടെ ഫോണിനെടുത്തില്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യും? നമ്മളവരെ വിളിച്ചുകൊണ്ടിരിക്കും. അവർ നമ്മൾ തെറി പറഞ്ഞാലും അത് ഈ ചെവി കൂടെ കേട്ടും മറ്റേ ചെവി കൂടെ കേട്ട് നമ്മൾ വീണ്ടും വിളിക്കും, മോനെ, മോളെ, സുഖമല്ലേ, അല്ലെങ്കിൽ എന്താ ആവശ്യം എന്ന് ചോദിക്കും അല്ലേ? നമ്മൾ ഒരിക്കലും തള്ളിക്കളയും. എൻ്റെ അമ്മയൊക്കെ പറഞ്ഞൊരു വാക്ക് എനിക്ക് ഓർമ്മ വരാം. മക്കൾക്കുള്ള, അമ്മമാർക്ക് മക്കളോടുള്ള സ്നേഹം മക്കൾക്ക് അമ്മമാരോടുണ്ടായാൽ ആറ്റിലെ വെള്ളം മുഴുവൻ മേലോട്ട് പോകുന്നു. നമുക്കറിയാം, വെള്ളം മുഴുവൻ താഴോട്ട് ഒഴുകുക, വെള്ളം ഒരിക്കലും മുകളിലേക്ക് ഒഴുകില്ല. അപ്പോൾ അമ്മമാർക്ക് മക്കളോടുള്ള സ്നേഹം വളരെ വലുതാണ്. അപ്പന്മാർക്കും ഉണ്ട് കേട്ടോ. ഞാൻ പെട്ടെന്ന് അമ്മ എന്ന് പറഞ്ഞതേ ഉള്ളൂ, മാതാപിതാക്കളോട്. പക്ഷെ നമുക്ക് അവരോടുള്ളത്ര സ്നേഹത്തിൻ്റെ പകുതി പോലും മക്കൾക്ക് നമ്മളോടുണ്ടോ? ഇല്ല. അങ്ങനെയാണ്, അവർക്ക് നമ്മളോടില്ല. വളരെ അപൂർവമായിട്ട് 1-2 പേരൊക്കെ ഉണ്ടായിരിക്കും. സാധാരണഗതിയിൽ മക്കൾക്ക് മാതാപിതാക്കൾക്കുള്ള അത്ര സ്നേഹം മക്കൾക്കില്ല. അങ്ങനെ സംഭവം നടക്കുകയാണെങ്കിൽ എന്താ പറയുക, നമ്മൾ സാധാരണ ഭാഷയിൽ പറഞ്ഞു കാക്ക മലർന്ന് പറക്കും. അങ്ങനെ സംഭവം ഇതൊന്നും നടന്നിട്ടില്ല. കാക്ക മലർന്ന് പറന്നിട്ടുമില്ല, വെള്ളം മുകളിലേക്ക് ഒഴുകിയിട്ടുമില്ല. അപ്പോൾ ആ സ്നേഹം, നമുക്ക് മക്കളോടുള്ള സ്നേഹം
അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ ദൈവപിതാവിന് സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച നമ്മോടുള്ള സ്നേഹം എത്രയോ വലുതായിരിക്കുമെന്ന് നോക്ക്. 1 യോഹന്നാൻ, നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടല്ലോ അല്ലേ? നമുക്കൊന്ന് ബൈബിൾ എടുത്ത് വായിക്കാം. 1 യോഹന്നാൻ്റെ ലേഖനം, 1-ാം ലേഖനം 3-ാം അധ്യായം ഒന്ന് എടുത്ത് നോക്കിയേ. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. നിങ്ങളെല്ലാവരും വായിച്ചോ? അവർ വായിക്കുന്നത് കേൾക്കട്ടെ. നിങ്ങളെല്ലാവരും വായിച്ചോ? കാരണം ഓരോ വചനം വായിക്കുമ്പോഴും അതിനൊരു ഹീലിംഗ് പവർ ഉണ്ട്. അത് നമ്മുടെ മനസ്സിനെ ആശ്വസിപ്പിക്കും. അത് നമുക്ക് വളരെ പോസിറ്റീവ് എനർജി തരും. നിങ്ങൾക്ക് വേണ്ടി അതൊന്നും ആ പോസിറ്റീവ് എനർജി വേണ്ടെങ്കിൽ നിങ്ങൾ ബൈബിൾ തുറന്ന് വായിക്കുക. വചനം ഇപ്പോഴെങ്കിലും വായിക്കും. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും. ലോകം നമ്മെ അറിയുന്നില്ല, കാരണം അത് അവിടുത്തെ അറിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. വളരെ ക്ലീനായിട്ട്, വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. കണ്ടാലും ദൈവം നമ്മളോട് കാണിക്കുന്ന സ്നേഹം എത്ര വലുതാ. ദൈവം നമ്മളെ ദൈവമക്കളെന്ന് വിളിക്കുക മാത്രമല്ല, നമ്മൾ ദൈവമക്കൾ തന്നെയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഈ വലിയ അപാരമായ സ്നേഹം നമുക്ക് കാണിച്ചു തരുന്ന ഒരു ദിനമാണ് ക്രിസ്മസ്. ഇനി നീ റോമക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 32-ാം വാക്യം ഒന്ന് എടുത്തേ. പുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സമസ്തവും നമുക്കായി ദാനമായി നൽകാതിരിക്കുമോ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കൃപയുടെ വലിയൊരു ഭണ്ഡാരം. നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് നമ്മുടെ പത്മനാഭ ക്ഷേത്രത്തിൻ്റെ സ്വാമി ക്ഷേത്രത്തിന് കുറേ നിലയറകളൊക്കെ ഉണ്ട്. അവിടെ ഒരുപാട് സമ്പത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയും. ആ കലവറ പോലെയല്ല ദൈവത്തിൻ്റെ കലവറ. ഇത് അനന്തം, അതുപോലെ തന്നെ അപരിമേയം, വളരെ അധികം. ഈ സമ്പത്ത് ദൈവം മനുഷ്യർക്ക് ദാനമായി കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിന് നമ്മളോടൊന്നും വില ചോദിക്കുന്നൊന്നുമില്ല. ഈ ദാനമായി കൊടുക്കുന്ന ഈ സമ്പത്ത്, ആ സമ്പത്തിൻ്റെ പേരെന്താ? കൃപ. ഈ കൃപ എന്ത് കൃപയാകാം? ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നത് എല്ലാം കൃപയാണ്. അത് സമ്പത്താകാം, ആരോഗ്യമാവാം, സൗന്ദര്യമാവാം, ബുദ്ധിയാവാം, പഠിപ്പാവാം, എന്തും ആകാം. ഇതിനെല്ലാം നമ്മൾ വിളിക്കുന്ന പേരാണ് കൃപ. ഈ ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് ഒഴുകി ഇറങ്ങാൻ ദൈവം ഒരു ചാനൽ തുറക്കാണ്. അതിനു വേണ്ടിയിട്ടാണ് ദൈവം തൻ്റെ പുത്രനെ അയക്കുന്നത്. അതാണ് ക്രിസ്മസ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ക്രിസ്തുവിൻ്റെ സ്നേഹം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ ക്രിസ്തുവിനെ നമുക്ക് സ്നേഹിക്കാനായിട്ട് പറ്റുന്നില്ല. ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങളുടെ മുൻപിൽ ഒരുപാട് നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ വെച്ചു. എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് ഒരുപാട് ആർത്തിയോടെ കഴിക്കാൻ പറ്റുന്ന ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ നിങ്ങളുടെ മുൻപിൽ നിരത്തി വെച്ചു. പക്ഷേ നിങ്ങൾക്ക് ഭയങ്കര പനി. നിങ്ങൾക്ക് ആ ഭക്ഷണ സാധനം എന്തെങ്കിലും ആസ്വദിക്കാനായിട്ട് പറ്റുമോ? എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ കഴിക്കാം. എല്ലാ ഐറ്റംസും ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് നല്ല പനി. നിങ്ങൾ അതിൽ ഏതെങ്കിലും ഒന്ന് തൊട്ട് നോക്കുമോ? ഏതെങ്കിലും നിങ്ങൾ ആസ്വദിക്കുമോ? ഇല്ല. കാരണം എന്താ? ആ ഭക്ഷണത്തിന് ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണോ? നമുക്ക് ഭക്ഷണം എല്ലാം നല്ല ടേസ്റ്റി ഫുഡാണ്, എല്ലാം ഉണ്ട്, നമുക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ഐറ്റംസും ഉണ്ട്. പക്ഷെ എന്തുകൊണ്ട് നമുക്കത് കഴിക്കാൻ പറ്റുന്നില്ല? നമുക്ക് പനിയാണ്. പനി മാറിയാൽ നമുക്ക് എന്ത് ചെയ്യാം? വാരി വിളിച്ച് വെട്ടി വിഴുങ്ങി തിന്നാം. പക്ഷേ ഇപ്പോൾ പനിയുള്ളപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് ആ ഭക്ഷണം ആസ്വദിക്കാനായിട്ട് പറ്റില്ല. കാരണം അത് ടേസ്റ്റ് ചെയ്താൽ നമുക്ക് എന്താ, വായിക്ക് നല്ല കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും, നമുക്ക് വൊമിറ്റ് ചെയ്യാനായിട്ട് വരും, നമുക്ക് വയറുവേദന വരും. നമ്മളപ്പോൾ എന്ത് ചെയ്യും? അത് കൊണ്ടുവന്ന് വെച്ചോ, അവൻ തല്ലും. ഈ നേരത്താണത് കൊണ്ടുവന്ന് വെച്ചതും നമ്മളത് വഴക്കുറയും. ഇത് തന്നെയാണ് പ്രിയപ്പെട്ടവർ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. കർത്താവിൻ്റെ സ്നേഹം നമ്മുടെ ചുറ്റുമുണ്ട്, പക്ഷെ നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റുന്നില്ല, നമുക്കത് എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. കാരണം നമ്മളിലുള്ള ചില തടസ്സങ്ങൾ ആ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് അനുഭവിക്കാനായിട്ട് ബ്ലോക്കാക്കി നിൽക്കുന്നുണ്ട്. എന്താണ് ഈ തടസ്സങ്ങൾ? ദൈവത്തിൻ്റെ സ്നേഹം എന്തുകൊണ്ട് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ദൈവത്തെ പൂർണ്ണമായിട്ട് സ്നേഹിക്കാൻ നമുക്ക് കഴിയുന്നില്ല? അതിനെന്തെങ്കിലും കാരണങ്ങൾ കാണും. ഇതിൻ്റെ കാരണം മറ്റൊന്നുമല്ല. നമുക്ക് 1 യോഹന്നാൻ 5:3 എടുക്കാം. ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുക എന്നർത്ഥം. ഈ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നമ്മളിലുള്ള എന്തെങ്കിലും തടസ്സങ്ങളുണ്ട്. ഈ തടസ്സത്തിൻ്റെ പേരെന്താ? എന്താ ഈ തടസ്സം? എന്താണ് ഈ തടസ്സം? ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റാത്തതിൻ്റെ തടസ്സം എന്താ? തടസ്സത്തിൻ്റെ പേരാണ് പാപം. പാപം അല്ലേ? നമ്മളിലുള്ള പാപം.
എന്തായി പാപം? നമ്മൾ കാറ്റഗിസം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. പാപം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവകൽപ്പനകളുടെ ലംഘനമാണ് പാപം. ദൈവസ്നേഹം നിരസിക്കുന്നതാണ് പാപം. ദൈവമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുന്നതാണ് പാപം. അപ്പോൾ ഈ സാധനം നമ്മുടെ ഹൃദയത്തിൽ ഉള്ളിടത്തോളം കാലം ദൈവത്തെ സ്നേഹിക്കാനായിട്ട് നമുക്ക് പറ്റില്ല. ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാനായിട്ടും പറ്റില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പക്ഷെ ദൈവം സ്നേഹം തന്നെയാണ്. നീ സ്നേഹിച്ചാലും സ്നേഹിച്ചില്ലെങ്കിലും, നീ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ദൈവം സ്നേഹമാണ്. അത് റോമക്കാർക്ക് എഴുതിയ ലേഖനം 5:8 എടുക്കാലോ. എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. അപ്പോൾ ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് വേണ്ടി മരിക്കുമോ? അപ്പോൾ ദൈവ സ്നേഹമാണെന്നുള്ള കാര്യത്തിന് നമുക്ക് യാതൊരു സംശയവുമില്ല. കാരണം ദൈവം ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. ഇനി 1 യോഹന്നാൻ 4:8 എടുത്ത്. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹമാണ്. ദൈവത്തെ അറിയാത്തത് കൊണ്ടാണ് ദൈവം സ്നേഹമാണെന്ന് നമുക്ക് മനസ്സിലാക്കാത്തത്. അപ്പോൾ ദൈവത്തെ അറിയുക, ദൈവത്തെ സ്നേഹിക്കുക, അതാണ് നമ്മളിൽ നിന്ന് ദൈവം ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഈ പാപം നമ്മളിൽ ഉള്ളിടത്തോളം കാലം നമുക്ക് ആർക്കും തന്നെ ദൈവത്തെ സ്നേഹിക്കാനായിട്ട് സാധിക്കില്ല. കാരണം ഈ പാപത്തിന് നമ്മളിൽ നിന്ന് എടുത്തു മാറ്റാനായിട്ട് നമുക്ക് സാധിക്കില്ല. അപ്പോൾ ഈ 1 യോഹന്നാൻ 2:3 പറയാണ്, 5:3 പറയാണ്, ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുക. അപ്പോൾ പാപം എന്ന് പറഞ്ഞാൽ എന്താ? കൽപ്പനകളുടെ ലംഘനം. ഇനി യോഹന്നാന്റെ 2-ാം ലേഖനം 1-ാം അധ്യായം 6-ാം വാക്യം. ഇതാണ് സ്നേഹം, നാം അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് നടക്കുക. കൽപ്പനയാകട്ടെ, ആരംഭം മുതലേ നിങ്ങൾ ശ്രവിച്ചിരിക്കുന്നത് പോലെ സ്നേഹത്തിൽ വ്യാപരിക്കുക എന്നതും. അപ്പോൾ കൽപ്പന എന്ന് പറഞ്ഞാൽ എന്താ? പാപമാണ്. കൽപ്പനകളെ ലംഘനമാണ് പാപമെങ്കിൽ പാപം എന്ന് പറഞ്ഞാൽ എന്താ? യോഹന്നാൻ ശ്ലീഹ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്താണ്? സ്നേഹത്തിൽ വ്യാപരിക്കാത്തതാണ് പാപം. സ്നേഹത്തിൽ വ്യാപരിക്കാത്തതാണ് പാപം. അപ്പോൾ എന്താ പാപം എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താ? നമ്മളിൽ സ്നേഹം ഇല്ല. സ്നേഹത്തിൽ വ്യാപരിക്കാൻ നമുക്ക് പറ്റുന്നില്ല. ഭാര്യയെ അടിക്കുന്ന ഒരു ഭർത്താവിന് ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഭർത്താവിനെ തെറി വിളിക്കുന്ന ഒരു ഭാര്യയ്ക്ക് ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റുമോ? മക്കളെ ഉപദ്രവിക്കുന്ന മാതാപിതാക്കൾ, നമുക്ക് പത്രത്തിൽ പോയി ഒരുപാട് ന്യൂസുകളുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റുമോ? മക്കളെ അമ്മമാരെയും അപ്പന്മാരെയും കൊല്ലിയും അടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്ന മക്കൾക്ക് ദൈവസ്നേഹം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? അയൽവാസികളായിട്ട് വഴക്കുള്ളവർക്ക് ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ പറ്റുമോ? അയൽവാസിയൊക്കെ പോട്ടെ, സ്വന്തം സഹോദരങ്ങളായിട്ട് രമ്യതയിൽ കഴിയാത്തവർക്ക് ദൈവസ്നേഹം ഉണ്ടെന്ന് പറയാനായിട്ട് പറ്റുമോ? ഈ ക്രിസ്മസിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതാണ്. പരസ്പരമുള്ള സ്നേഹം. ഇന്ന് ലോകത്തിൽ കാണുന്ന സ്നേഹത്തിന് ഒരർത്ഥയുള്ളൂ: സ്വാർത്ഥ സ്നേഹം, കൈക്കോട്ട് സ്വഭാവം. എനിക്ക് എന്തെങ്കിലും കിട്ടുമെങ്കിൽ ഞാൻ അവരൊക്കെ സ്നേഹിക്കും. എനിക്ക് ഉപകാരമില്ലേ വേണ്ട. മക്കളതുപോലെ തന്നെ. അപ്പനും അമ്മയെ കൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ? സ്നേഹമാണ്. എൻ്റെ ഒരു അങ്കിളുണ്ട്, നല്ലൊരു ഗവൺമെൻറ് ഓഫീസറായിട്ട് റിട്ടയർ ചെയ്ത. 6 മക്കളുണ്ട്. 6 പേരും കല്യാണം കഴിച്ചയച്ച് സുഖമായിട്ട് ജീവിക്കണം. അപ്പോൾ അങ്കിൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, അങ്കിൾ ആൻറ്റിയും കൂടി ഒരുമിച്ചാണ് താമസിക്കുന്നത്, മക്കളുടെ കൂടെയല്ല, തനിയെ താമസിക്കുന്നത്. അപ്പോൾ അങ്കിൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഓരോ മാസം പെൻഷൻ കിട്ടുമ്പോൾ ഓരോ മക്കൾക്ക് കൊണ്ടു കൊടുക്കും, സ്വന്തം വെക്കില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർക്ക് കാണുന്നുണ്ട്, ഇന്ന മാസം ഇന്ന ആൾക്ക് ശമ്പളം, നല്ലൊരു എമൗണ്ട് ഉണ്ട് പെൻഷൻ. അപ്പോൾ അങ്കിൾ പറയും, ഞാനിത് കൂട്ടി വെച്ചാൽ അവർക്ക് വെപ്രാളം കയറും. എന്ത്, ഇനി ഇത് അപ്പച്ചൻ ഇത് ആർക്കെടുത്ത് കൊടുക്കണേ, അപ്പച്ചൻ ഇതെന്താ ചെയ്യണേന്ന്, എന്തിനാണ് ഞാൻ അവരുടെ ടെൻഷൻ കൂട്ടണേ? അപ്പോൾ അപ്പച്ചൻ എന്ത് ചെയ്യും, ഓരോ മാസം പെൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ആദ്യത്തെ മാസം വരുമ്പോൾ 2ാമത്തെ മാസം അവർക്ക് ജീവിക്കാനുള്ള ചിലവ് കഴിച്ചു കൊടുത്താൽ പറയും, ഞാനും ഫ്രീ അവരും ഫ്രീ. കാരണം ഇത് കൂട്ടി വെച്ചിട്ട് ഞാനിത് ആർക്കെങ്കിലും കൊണ്ട് കൊടുത്തോ അല്ലെങ്കിൽ ഞാനത് ദുരുപയോഗം ചെയ്തോ എന്നൊക്കെ അവർ ടെൻഷൻ പിടിച്ചിരിക്കേണ്ട. അതിനേക്കാൾ ഭേദം അത് അവർക്ക് കൊടുക്കുക. അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടം അപ്പച്ചനെ. അപ്പച്ചൻ വരുമ്പോഴേക്കും അപ്പച്ചൻ എന്താ ആവശ്യം ഒക്കെ ചെയ്യും. അപ്പോൾ അങ്കിൾ പറയും, കണ്ടാ ഇത് ഞാൻ കൊടുത്ത ആ കാശിൻ്റെ മഹത്വ. ശരിയാണ്. നമ്മുടെ മിക്കവരുടെയും സ്നേഹം, എല്ലാവരുടെയും ഒന്നും ഞാൻ പറയുന്നില്ല, മിക്കവർക്കുള്ളത് എന്താ? ഈ സ്വാർത്ഥ സ്നേഹം. വീട്ടിലെ ഭാഗം വെച്ചു, പാർട്ടീഷൻ കഴിഞ്ഞു അല്ലേ? എല്ലാവർക്കും തുല്യമായിട്ട് മിക്കവാറും എല്ലാ വീട്ടിലും മാന്യമായ രീതിയിലൊന്നും ആവില്ല പാർട്ടീഷൻ നടത്തുക. അപ്പോൾ എന്താവും? ആർക്കാ കൂടുതൽ കൊടുത്തേ? അവർ പേരൻസിനെ നോക്കണം. ആർക്ക് കുറവുണ്ടോ
അവർക്ക് യാതൊരു ഉത്തരവാദിത്തമില്ല ഇല്ലേ? ഈശോ പറഞ്ഞില്ലേ, ഞാൻ കുർബാൻ വഴിപാട് കൊടുത്തു കഴിഞ്ഞു, ഇനി യാതൊരു ആവശ്യവും എന്നെ കൊണ്ടില്ല. അപ്പോൾ ഇവിടെയൊക്കെ സ്നേഹരാഗിട്ട് നിങ്ങൾ പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാനായിട്ട് ദൈവം ഒഴുക്കുന്ന നീർച്ചാലുകളാണ് ഇതൊക്കെ. നീ നിൻ്റെ ഭർത്താവിനെ ഹൃദയം തുറന്ന് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവസ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ്. ഭാര്യയെ നിനക്ക് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ദൈവസ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ്. ഞാനൊരിക്കൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്, എൻ്റെ ചേച്ചിയുടെ വീട്ടിലൊരു ജോലിക്കാരിയുണ്ട്. അതിൻ്റെ ഭർത്താവ് അതിന് പൊതിരെ തല്ലുമായിരുന്നു. അയാൾക്ക് ആ ഒരു പണിയുള്ളൂ, കുടിക്കുക, ഭാര്യനെ തല്ലുക. ഈ സ്ത്രീക്ക് എന്നും വന്നൊരു കംപ്ലൈൻറ്റാണ്, എന്നെ ഭർത്താവ് തല്ലിയത്. അപ്പോൾ ഒരു ദിവസം ചേച്ചി പറഞ്ഞു, ഇനി നിന്നെ തല്ലുമ്പോൾ ഒന്നങ്ങോട്ട് കൊടുക്കാൻ പറഞ്ഞു. കാരണം കുറേ നാളെ ഇത് ചേച്ചി കേൾക്കണം. ഇത് പ്രയോഗത്തിൽ വരുത്തുന്ന യാതൊരു വിചാരത്തിലല്ല ചേച്ചി പറഞ്ഞു കൊടുത്തത്. ഈ സ്ത്രീ അത് അക്ഷരാർത്ഥത്തിൽ അങ്ങോട്ട് പാലിച്ചു. പിറ്റേ ദിവസം ഭർത്താവ് കുടിച്ച് വന്നപ്പോൾ ഈ സ്ത്രീക്ക് നല്ല ആരോഗ്യമുണ്ട്. അത് കുടിച്ച് ഇങ്ങനെ നൂല് വലിയ കിടത്താം ഒന്നാ കൊടുത്തു. 4 മറിച്ചിലും മറിഞ്ഞു അവിടെ. ആ സ്ത്രീ പിടിച്ചിട്ട്, ദൈവമേ പോലീസ് അറസ്റ്റ് ചെയ്തു, ഇത് ചത്തുപോയെന്ന് അറിയില്ലല്ലോ. കാരണം അത്രയേ ഉള്ളൂ അതിന്. എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ വെള്ളമൊക്കെ തെളിച്ചപ്പോൾ ഓർമ്മ വന്നു. പക്ഷേ 2 ആഴ്ച വന്നിട്ട് ഈ സ്ത്രീ വന്ന് പറഞ്ഞു, ചേച്ചി ഞാൻ ചേച്ചി പറഞ്ഞ പോലെ പ്രയോഗിച്ചു. ചേച്ചി പറഞ്ഞു, എന്ത്? അടിച്ചു. ആരെ? ഭർത്താവിന് ഒന്ന് കൊടുത്തു. ദൈവമേ അയാൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് വെച്ചു. കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചേച്ചി ഒരു അത്ഭുതം സംഭവിച്ചു. എന്താണ്? ഈ 2 ആഴ്ചയായിട്ട് എന്നെ തൊട്ടിട്ടില്ല. എന്നെ അടിയെന്ന് പറഞ്ഞ കലാപരിപാടി അയാൾ ഉപേക്ഷിച്ചു. കുടിക്കും, വയറ് നിറച്ച് കുടിക്കും. പക്ഷെ അതുകൊണ്ട് എനിക്ക് സങ്കടമില്ല, കുടിച്ച ഒടുത്തിൽ കിടന്നു തുടങ്ങിക്കോളും. എന്നെ ഉപദ്രവിക്കലും മാറ്റി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ മനുഷ്യൻ ഈ സ്ത്രീനെ അടിക്കുന്നത് കള്ളും പുറത്താണ്, ചാരായത്തിൻ്റെ പുറത്താണെന്നൊക്കെ പറഞ്ഞാലും ആ മനുഷ്യൻ്റെ ഹൃദയത്തിൽ സ്നേഹമില്ല. ഈ സ്ത്രീക്കും ഗതി കെട്ടിട്ടൊന്ന് കൊടുത്തു. ചിലപ്പോൾ ആ നിമിഷത്തിൽ ഈ സ്ത്രീക്ക് സ്നേഹം ഉണ്ടാവില്ല. അച്ഛന്മാരൊക്കെ പറയില്ലേ, വിധേയപ്പെടണം, സ്നേഹിക്കണം, ബഹുമാനിക്കണം എന്നൊക്കെ. ഞാൻ പറയാതൊരു തരം ജാടയാണ്. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ വേണ്ടത് അതല്ല. പരസ്പരം സ്നേഹം, പരസ്പരം അംഗീകരിക്കുക, പരസ്പരം ബഹുമാനിക്കുക, പരസ്പരം പ്രോത്സാഹിപ്പിക്കുക, പരസ്പരം വിധേയപ്പെടുക, പരസ്പരം അനുസരിക്കുക. കർത്താവ് പറഞ്ഞത് അതാ. അല്ലാതെ ഒരാളുടെ മുമ്പിൽ മോശാനിച്ച് നിൽക്കല്ല. നീ അധികാരിയാണെങ്കിൽ ഞാനിതാ ദാസി അല്ല. എവിടെ സ്നേഹമുണ്ടോ അവിടെ ഇതൊക്കെയുണ്ട്. നിങ്ങൾ നല്ല മാതൃകാ ദാമ്പത്യത്തിലേക്ക് നോക്ക്. ഒരാൾ മറ്റൊരാളെ ഡോമിനേറ്റ് ചെയ്യുന്നില്ല, പരസ്പരം സ്നേഹിക്കുകയാണ്. സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അംഗീകരിക്കുക, പരസ്പരം അനുസരിക്കുക, പരസ്പരം ബഹുമാനിക്കുക, പരസ്പരം വിധേയപ്പെടുക, പരസ്പരം പ്രോത്സാഹിപ്പിക്കുക. ഇതുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പറ്റുള്ളൂ. അപ്പോൾ ഈ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം നമ്മുടെ പാപാവസ്ഥയാണ്. എന്താ പാപം? പാപം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, സ്നേഹരാഹിത്യം. സ്നേഹമില്ലാത്തതാണ് പാപം. ഇനി ഇതിന് പരിഹാരമായിട്ട് ഈ പാപത്തെ പറയുമ്പോൾ ഒരുപാടുണ്ട്. നമുക്കറിയാം, ദൈവിക പദ്ധതിയുടെ പൊളിച്ചടുക്കലാണ് ആക്ച്വലി, അല്ലെങ്കിൽ ആ ദൈവിക പദ്ധതി നശിപ്പിക്കുന്നതാണ് പാപം എന്ന് പറഞ്ഞത്. നമുക്കറിയാം, ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ, 9-ാം അധ്യായത്തിൽ ജ്ഞാനത്തിൻ്റെ പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്, ദൈവം എന്തിനാ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കണേന്ന്. 9-ാം അധ്യായം തൊട്ട് നോക്കി ജ്ഞാനം 3-ാമത്തെ വാക്യം തൊട്ട്, ലോകത്തെ വിശുദ്ധിയിലും നീതിയിലും ഭരിക്കാനും ഹൃദയപരമാർത്ഥതയോടെ വിധികൾ പ്രസ്താവിക്കാനുമാണല്ലോ അവിടുന്ന് അവനെ സൃഷ്ടിച്ചത്. എന്താ മനുഷ്യനെ സംബന്ധിച്ചുള്ള ദൈവിക പദ്ധതി? ലോകത്തെ വിശുദ്ധിയിലും നീതിയിലും ഭരിക്കാനും ഹൃദയപരമാർത്ഥതയോടെ വിധികൾ പ്രസ്താവിക്കാനുമാണല്ലോ അവിടുന്ന് അവനെ സൃഷ്ടിച്ചത്. എന്നിട്ട് നമ്മളെന്താ ചെയ്യുന്നത്? കോടതി കയറി ഇറങ്ങുക അല്ലേ? പരസ്പരം എന്താ പറയുക, സൃഷ്ടികളുടെ മേൽ ആധിപത്യം വഹിക്കാൻ, ലോകത്തെ വിശുദ്ധിയിലും നീതിയിലും ഭരിക്കാൻ, ഹൃദയപരമാർത്ഥതയോടെ വിധികൾ പ്രസ്താവിക്കാൻ. ഇതിനു വേണ്ടിയിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. പക്ഷെ എന്തുണ്ടായി? നമ്മൾ കോടതി കയറി ഇറങ്ങുക. എല്ലാവരും, അധികാരികളും സാധാരണക്കാരും എല്ലാവരും. വക്കീലന്മാരുടെ നല്ല കാലം. കാരണം എന്തിനും ഏതിനും കേസാണ്. അവരിഷ്ടം പോലെ കാശ് മേടിക്കുകയും ചെയ്യുന്നുണ്ട്. കാശ് കൊടുക്കുന്നവന് അനുകൂലമായ വിധി, അല്ലാത്തവന് പ്രതികൂലമായ വിധി. ഈ ദൈവിക പദ്ധതി നശിപ്പിക്കുന്നതാണ് പാപം. അതുപോലെ നമുക്കറിയാം, ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ, എന്തിനു വേണ്ടിയിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഏദൻ തോട്ടം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഈ സർവ്വതും നിൻ്റെ അധീനതയിലാണ്. എല്ലാ മൃഗങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ കൃഷിയും എല്ലാം നിൻ്റെ അധീനതയിലാണ്. നീയാണ് ഇതിനെ വളർത്തി പരിപാലിച്ച് കൊണ്ടുവരുന്നത്. എന്നിട്ട് ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? കടുവ, പുലി, ആന എല്ലാവരും. നാട്ടിലാണെങ്കിൽ മനുഷ്യർക്ക് കൂടുതൽ പട്ടികളും അല്ലേ?
വന്യമൃഗങ്ങളെ ഭരിച്ച് അവർക്ക് നിലയ്ക്ക് നിർത്താൻ അധികാരം കൊടുത്ത മനുഷ്യൻ്റെ ദുർനടപ്പുകാരൻ എന്തായി? അപ്പോൾ അവർ നമ്മളെ കയറി ഭരിക്കാൻ തുടങ്ങി. കാരണം എന്താ? സ്നേഹരാഹിത്യം. പ്രകൃതിയോട് സ്നേഹമില്ല, കുടുംബാംഗങ്ങളോട് സ്നേഹമില്ല, ആരോടും അയൽവക്കക്കാരോട് സ്നേഹമില്ല. എന്നാലും എല്ലാവരും മാന്യത അണിഞ്ഞ്, മാന്യതയുടെ മുഖം മൂടി അണിഞ്ഞ്, മാന്യതയുടെ പുറംതട്ട അണിഞ്ഞ് ഉള്ളിൽ സ്നേഹമുണ്ടെന്ന് പറഞ്ഞ് നടക്കുന്നവർ. ഇതാണ് പാപം എന്ന് പറയുന്നത്. ഈ ക്രിസ്മസിന് ആഘോഷിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പാപം നമ്മളിലുണ്ടോ? ഈ സ്നേഹരാഹിത്യം നമ്മളിലുണ്ടോ? സ്നേഹത്തെ, ദൈവത്തിൻ്റെ കൽപ്പനകളെ, സ്നേഹം എന്ന് പറഞ്ഞാൽ വേറൊരു അർത്ഥം, ദൈവത്തെ പരിത്യജിക്കുക. നമ്മുടെ ന്യൂജൻ പിള്ളേർ കണ്ടിട്ടില്ലേ? പള്ളിയിൽ പോകാമെന്ന് പറഞ്ഞാൽ അവർക്ക് എന്തൊരു നാണക്കേടാ. ഞാൻ എൻ്റെ 3 മക്കളും ഹോസ്റ്റലില്ല. ശനിയാഴ്ച വൈകുന്നേരം ഞാൻ ഫോൺ എടുത്താൽ അവർ പറയും നാളെ ഞായറാഴ്ചയാണ്, പള്ളിയിൽ പോവാം. അവർ ഉത്തരം കൂടി പറയും. കാരണം ഞാൻ ശനിയാഴ്ച ഫോൺ ചെയ്താൽ പറയുന്ന ഏക കാര്യം ഇതാണ്, നാളെ ഞായറാഴ്ചയാണ് കേട്ടോ, പള്ളിയിൽ പോകണം എന്തായാലും. അപ്പോൾ എന്നെ കളിയാക്കിയിട്ട് അവർ പറയും ശനിയാഴ്ച ഞാൻ ഫോൺ ചെയ്താൽ നാളെ ഞായറാഴ്ചയാണ്, പള്ളിയിൽ പോവാം. അപ്പോൾ നിർബന്ധിക്കും. ഞാൻ പറയും ഒരു ശനിയാഴ്ച ഞാൻ വിളിച്ചിരിക്കുന്ന പള്ളിയിൽ പോവില്ലേ? അതൊക്കെ പോവും. പക്ഷെ പള്ളിയിൽ പോകാമെന്ന് പറഞ്ഞാൽ എന്താ? ന്യൂജൻ പിള്ളേർക്ക് അതൊരു നാണക്കേടാ. ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതെന്താ? അതൊരു നാണക്കേടാ. എത്തിസ്റ്റ് അല്ലെങ്കിൽ സെക്കുലറിസം. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. ഈ കോളറൊക്കെ പൊക്കി അങ്ങോട്ട് ഗമേലങ്ങ് പറയണ കാണിച്ചു ഒരിടത്ത് ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. പിന്നെ അവനൊക്കെ ഇങ്ങനെ ജനിച്ച് വളർന്ന് വലുതായതുണ്ടല്ലോ, അവൻ്റെ കഴിവുകൊണ്ടാണ് അല്ലേ? ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ട് നമ്മുടെ പ്രാർത്ഥന വരുന്നത് നീറ്റ് എക്സാം, കീം എക്സാം, മത്സര പരീക്ഷകൾ വരുമ്പോൾ അമ്മമാരൊരു തള്ളിക്കയറ്റാണ്. ഒരുപാട് ഫോൺ കോളാണ്, പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം. ശരി, നല്ലതാണ്, പ്രാർത്ഥന ആവശ്യമാണ്, പ്രാർത്ഥിക്കും. പക്ഷേ മക്കൾക്ക് നീറ്റിൻ്റെ അഡ്മിഷൻ കിട്ടി, കീമിൽ അഡ്മിഷൻ കിട്ടി, അല്ലെങ്കിൽ അവർ വിചാരിച്ച കോഴ്സിൽ അഡ്മിഷൻ കിട്ടി കഴിയുമ്പോൾ പിന്നെ അവർ പണ്ടത്തെ ഒരു പരസ്യം പോലെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. പിന്നെ കുട്ടികളില്ലേ ഭൂമിയിലെ അവരെ സുഹൃത്തുക്കളിലെയും അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിലെ പലരുടെയും മക്കൾ ഇത് എഴുതുന്നുണ്ടല്ലോ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ബാധ്യതയില്ലേ? ഇനിയിപ്പോൾ വരും കേട്ടോ. ഇപ്പോൾ ജനുവരിയിൽ മോഡൽ എക്സാംസൊക്കെ നടക്കുന്ന സമയം. ഈ ജനുവരിയിൽ മോഡൽ എക്സാം എടുക്കുമ്പോൾ ടീച്ചർമാർ പണി ചെയ്യും. ഏറ്റവും കുറവ് മാർക്ക് ഇട്ട് കൊടുക്കുള്ളൂ കുട്ടികൾക്ക്. കാരണം അവർക്ക് വെറുതെ ഒരു ഫോൾസ് ബിലീഫ് വേണ്ട, എനിക്ക് എഴുതാൻ പറ്റും. ഈ ജനുവരിയിലത്തെ മോഡൽ എക്സാമിൻ്റെ റിസൾട്ട് അങ്ങോട്ട് വന്നു കഴിഞ്ഞാണ്ടല്ലോ പിന്നെ ഒരു ഫോണിൻ്റെ ഒരു മേള. എപ്പോഴും ഫോൺ വരും, പ്രാർത്ഥിക്കണം. വേറൊന്നും പറയാനല്ല കേട്ടോ, തെറിയൊന്നും പറയാനല്ല. മോന് വേണ്ടി പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കുക. എന്താ ഇന്ന എക്സാം എഴുതുന്നത്, ഇന്ന 10ാം ക്ലാസ്സിലാണ്, 12ാം ക്ലാസ്. ശരി, ഇതിന് പ്രാർത്ഥിക്കാം, പ്രാർത്ഥിക്കുന്നതിൽ ഒരു തടസ്സമില്ല, നമ്മൾ പ്രാർത്ഥിക്കണം. പക്ഷേ എൻ്റെ ഈ ക്ലോസ് സർക്കിളിൽ മാറും. എൻ്റെ മക്കൾക്ക് വേണ്ടി മാത്രം ഞാൻ പ്രാർത്ഥിച്ചാൽ മതിയോ? അവർ പഠിപ്പ് കഴിഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കാൻ ബാധ്യതയില്ലേ എനിക്ക്? പിന്നെ എത്ര മക്കളുണ്ട്, അവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ നമ്മൾ? അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ സ്വാർത്ഥത, സ്നേഹരാഹിത്യം ആരൊക്കെ നിഷേധിച്ചാലും അതൊരു സത്യമാണ്. നമ്മുടെ ഹൃദയത്തിലുള്ളത് അതാണ്. സ്വന്തം കാര്യം, നമ്മൾ പറയുന്ന പോലെ സ്വന്തം കാര്യം സിന്ദാബാദ്. ഈ സ്നേഹരാഹിത്യമാണ് പ്രിയപ്പെട്ടവരെ പാപം എന്ന് പറയുന്നത്. ഈ പാപം നമ്മുടെ ഹൃദയത്തിൽ ഉള്ളിടത്തോളം കാലം ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റില്ല. ഇനി എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ പാപത്തിൽ നിന്ന് നമ്മൾ ഊരിപ്പോരണം. അതെങ്ങനെ പറ്റും? ചളിയിൽ വീണ, നല്ല ചളിയിൽ പൂണ്ടാഴ്ന്ന് നിൽക്കുന്ന ഒരു മനുഷ്യനെ എത്ര ശ്രമിച്ചാലും അയാൾ പോരാൻ പറ്റുമോ? ആരെങ്കിലും പുറത്തുനിന്ന് വന്ന് സഹകരിക്കണ്ടേ? ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഇനി ദാനിയേലിൻ്റെ പുസ്തകം എടുക്കാം. ദാനിയേൽ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് പലപ്പോഴും പലരും മെസ്സേജ് പറഞ്ഞു എൻ്റെ അടുത്ത്, ദാനിയേലിൻ്റെ പുസ്തകം. ഒരാൾ പറഞ്ഞു 4-ാം അധ്യായം എടുത്ത് വായിക്കാൻ പറഞ്ഞു, വേറൊരാൾ പറഞ്ഞു 9-ാം അധ്യായം എടുത്ത് വായിക്കാൻ. അപ്പോൾ ഞാൻ കരുതി എന്തിനാണോ ഇപ്പോൾ ദാനിയേൽ എന്നോട് വായിക്കാൻ പറഞ്ഞത്? എനിക്ക് പ്രത്യേകിച്ചൊന്നും ആ സമയത്ത് തോന്നിയില്ല. പക്ഷേ പിന്നീട് ഇന്നലെ ഒരു വ്യക്തി എന്നോട് വിളിച്ച് പറഞ്ഞു, ടീച്ചറെ അത് പറയാനാണ് കർത്താവ് അത് കാണിക്കണേന്ന്. ദാനിയേലിൻ്റെ അധ്യായം 9 വായിക്കാം. ദൈവമായ കർത്താവിനോട്, 4-ാമത്തെ വാക്യം, ദൈവമായ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കുകയും ഏറ്റുപറയുകയും ചെയ്തു, കർത്താവെ, അങ്ങയെ സ്നേഹിക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരുമായി ഉടമ്പടി പാലിക്കുകയും അവരെ നിത്യമായി സ്നേഹിക്കുകയും ചെയ്യുന്ന ഉന്നതനും ഭീതിതനുമായ ദൈവമേ, ഞങ്ങൾ അങ്ങയുടെ കൽപ്പനകളിലും ചട്ടങ്ങളിൽ നിന്ന് അകന്ന് അകൃത്യങ്ങളും അപരാധങ്ങളും ചെയ്യുകയും ദുഷ്ടതയോടെ പ്രവർത്തിക്കുകയും അങ്ങയെ ധിക്കരിക്കുകയും ചെയ്തു. അങ്ങയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങയുടെ കൽപ്പനകൾ പാലിക്കും. അങ്ങയുടെ കൽപ്പനകൾ പാലിക്കല്ല എന്ന് പറഞ്ഞാൽ എന്താ? 10 കൽപ്പന ദൈവം നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? 10 കൽപ്പന അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കഴിഞ്ഞൊരു ദിവസം ഞാൻ ഓട്ടോറിക്ഷയിൽ കയറി.
അപ്പോൾ ഇവിടുന്ന് ഓട്ടോറിക്ഷ കയറി ഓട്ടോ ഡ്രൈവർ എന്നോട് ചോദിച്ചു, ചേച്ചിക്ക് ഈ ബിൽഡിങ്ങിൽ എവിടെ ജോലി, മുത്തൂറ്റിലാണോ എന്ന് ചോദിച്ചു. ഇവിടെ മുത്തൂറ്റ് ഫൈനാൻസിയേഴ്സിൻ്റെ ഇത് കണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ ജോലിക്ക് പോണ ആളല്ല. അപ്പോൾ പിന്നെ ചേച്ചി എന്തിനാണ് പോയെന്ന് വെച്ചു. അപ്പോൾ എന്നിട്ട് അയാൾ എന്നോട് പറഞ്ഞു, ചേച്ചി 10 കൽപ്പന അനുസരിക്കുന്ന ആളാണെന്ന് വെച്ചു. അപ്പോൾ അയാളൊരു ഹിന്ദു. ഞാൻ ചോദിച്ചു എന്ത് 10 കൽപ്പന? ഞാൻ യൂട്യൂബൊക്കെ കാണാറുണ്ട്, അപ്പോൾ അതിൽ ഈ 10 കൽപ്പനകൾ അനുസരിക്കുന്ന ഒരു കൂട്ടരെ കുറിച്ച് പറയുന്നുണ്ട്, ചേച്ചി അതാണോ എന്ന് വെച്ചു. അപ്പോൾ നമ്മൾ ശരിയാണ്, ഞാൻ 10 കൽപ്പന അനുസരിക്കുന്ന കൂട്ടരാണ്, ഞാനിങ്ങനെ ഞങ്ങൾ ക്രിസ്ത്യാനികളെന്നാണ് പറയപ്പെടുന്നത്, ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞ അവസാനം നിങ്ങൾ കണ്ടോ, ക്രിസ്ത്യാനികൾ ആര് തല്ലിയാലും ഞങ്ങൾ തിരിച്ചടിക്കാറില്ല, മറ്റുള്ളവരൊക്കെ തല്ലിയാലും അവരെ അതേ നാണയത്തിൽ തിരിച്ചടിക്കും, ഞങ്ങൾ ആരും അങ്ങനെ തിരിച്ചടിക്കാറില്ല എന്ന് ഞങ്ങൾ കുറേ ഞാൻ ആ മനുഷ്യനായിട്ട് വീട്ടിലെത്തുന്നവരെ ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. 10 കൽപ്പനകൾ ഞാൻ ഒരിക്കലും അങ്ങനെ കേട്ടിട്ടില്ല. ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനി കത്തോലിക്കരെന്നൊക്കെ പറയും. പക്ഷേ ഇയാൾ കൃത്യമായിട്ട് എന്നോട് പറഞ്ഞു 10 കൽപ്പനകൾ അനുസരിക്കുക. ഈ 10 കൽപ്പനകൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. കൽപ്പന എന്ന് പറഞ്ഞാൽ എന്താ പ്രിയപ്പെട്ടവരെ? കൽപ്പന എന്ന് പറഞ്ഞൊരു ഓർഡറാണ്. കൽപ്പന എന്ന് പറഞ്ഞൊരു ഓർഡർ. നീ അത് ചെയ്യണം, അതിൽ യാതൊരു എക്സ്ക്യൂസും ഇല്ല. നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ നീ ആരാധിക്കാവൂ. ദാറ്റ്സ് എൻ ഓർഡർ. ആ ഓർഡർ നീ അനുസരിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യും? ഞാനും ദൈവവുമായിട്ടൊരു ഉടമ്പടി സ്ഥാപിക്കും. മനസ്സിലാവുന്നുണ്ടോ? നീ എന്നെ ആരാധിക്കുമ്പോൾ ഞാൻ നീയുമായിട്ടൊരു ഉടമ്പടി സ്ഥാപിക്കും. എന്താണ് ആ ഉടമ്പടി? പിന്നെ നീ ഒന്നിനെക്കുറിച്ചും ബോധം അറിയണ്ട, നീ ഒന്നിനെക്കുറിച്ചും ബോധേടാവണ്ട. നിന്നെ ഞാൻ ഏറ്റെടുത്തു, നീ എൻ്റെയാണ്. പക്ഷേ എന്നെ ദൈവവും കർത്താവുമായി ആരാധിക്കണം. അത് ദൈവത്തിൻ്റെ ഓർഡറാണ്, കൽപ്പനയാണ്. വ്യഭിചാരം ചെയ്യരുത്, ഇത് ചെയ്താൽ അത് ചെയ്യേണ്ടെന്നല്ല പറഞ്ഞിരിക്കുന്നത്. നീ വ്യഭിചാരം ചെയ്യരുത്, അതൊരു കൽപ്പനയാണ്. ആ 10 കൽപ്പനകളും ദൈവത്തിൻ്റെ കൽപ്പന എന്നാണ് അതിനെ പറയുന്നത്. ദൈവത്തിൻ്റെ ഉടമ്പടി എന്നല്ല അത് പറയുന്നത്. ആ കൽപ്പനകൾ നമ്മൾ അനുസരിക്കുമ്പോൾ ദൈവം നമ്മളുമായിട്ടൊരു കോംപ്രമൈസ്, ഒരു ഡീലിങ്, അതാണ് എന്ത്? ഉടമ്പടി. അപ്പോൾ കൽപ്പന ലംഘിച്ച് എന്ത് പോയി? ഉടമ്പടി പോയി. കൽപ്പന ലംഘിച്ചാൽ, ആരെങ്കിലും കൽപ്പന ലംഘിച്ചാൽ ആ ഉടമ്പടി പിന്നെ വാലിഡ് അല്ല. പിന്നെ ദൈവം നമ്മളെ നോക്കണമെന്ന് യാതൊരു നിർബന്ധം നമുക്ക് അവകാശപ്പെടാനായിട്ട് പറ്റില്ല. അപ്പോൾ ഫ്രാൻസിസ് അച്ഛൻ പറയില്ലേ, തലമുറകളിലേക്ക് നോക്ക്, നമ്മളിലേക്ക് നോക്ക്, ഉടമ്പടി ലംഘിച്ചോ എന്നുള്ളത്. ഞായറാഴ്ച കുർബാന മിസ് ചെയ്യുന്നു, ഉടമ്പടി ലംഘനമാണ്, കൽപ്പന ലംഘനമാണ്. വിശുദ്ധ കുർബാനയിൽ നിന്ന് അകന്നിരിക്കുക, ഉടമ്പടി ലംഘനമാണ്. കുദാശകളോട് അവഗണന കാണിക്കുക, ഉടമ്പടി ലംഘനമാണ്. അന്യദൈവ ആരാധന അത് പറയേ വേണ്ട. കാരണം ആദ്യത്തെ പ്രമാണം എന്താ? നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആരോഗ്യത്തോടെ, എല്ലാം പൂർണ്ണം, ഒന്ന് അപൂർണ്ണം, ഒന്ന് ഹാഫ് പോരാ, എല്ലാം അതേ പൂർണ്ണതയിൽ ദൈവത്തെ സ്നേഹിക്കുക. അതാണ് ഒന്നാമത്തെ കൽപ്പന. ആ കൽപ്പന ലംഘിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് എന്താ? ബാക്കി എല്ലാ കൽപ്പനകളും ലംഘിച്ചതിന് തുല്യ. ഈ ഒന്നാമത്തെ കൽപ്പന പാലിച്ച വ്യക്തിക്ക് ബാക്കി ഒരു കൽപ്പനയും ലംഘിക്കാനായിട്ട് സാധിക്കില്ല. അതാണ് ഏറ്റവും നാം പറയുന്നില്ലേ, 2 കൽപ്പനകളായിട്ട് സംഹരിക്കാം. ഒന്ന് ഈ ആദ്യത്തെ കൽപ്പന, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. 2 തലം, ഒന്ന് ദൈവവുമായിട്ടുള്ള തലം, മറ്റത് മനുഷ്യനുമായിട്ടുള്ള തലം. ഈ 2 തലത്തിൽ നമുക്ക് വേണ്ടത് പരസ്പരമുള്ള സ്നേഹം. ഇത് പറയാണ്, അങ്ങയെ സ്നേഹിക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരുമായി ഉടമ്പടി പാലിക്കുകയും. അപ്പോൾ എന്ത് ചെയ്യും? അവരെ നിത്യമായി സ്നേഹിക്കുകയും. അവരെ നിത്യമായി സ്നേഹിക്കും. ഉടമ്പടി പാലിച്ചോ, നീ കൽപ്പന പാലിച്ചോ, പിന്നെ ആ സ്നേഹത്തിന് അവിടെ ഒരു ബ്രേക്കില്ല, അവിടെ ഒരു ഇൻ്ററപ്ഷൻ വരുന്നില്ല. അത് കണ്ടിന്യൂസ് ആയിട്ട് ദൈവം സ്നേഹിക്കും. നിത്യമായിട്ട്, നിത്യതയിലെത്തുന്നത് വരെ, ആ സ്വർഗ സാന്നിധ്യത്തിൽ എത്തുന്നത് വരെ ദൈവം നമ്മളെ സ്നേഹിക്കും. ഇനി ഈ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ 3 പാപങ്ങളെക്കുറിച്ച് ദാനിയേൽ പറയുന്നുണ്ട്. ഒന്ന്, അതായത് ദാനിയേൽ 9:10, ഞങ്ങൾ അങ്ങയോട് മത്സരിച്ചു. ആദ്യത്തെ പാപം, അങ്ങയോട് മത്സരിച്ചു. എനിക്കെല്ലാം ചെയ്യാൻ കഴിയും, ഞാൻ അഹം, എനിക്കെല്ലാം ചെയ്യാൻ പറ്റും. അതിൽ ആൾക്കാർ പറഞ്ഞിട്ടേ ഓരോ വീട്ടിൽ അതൊക്കെ എനിക്ക് പറ്റും. എന്ത് പറ്റും? ഒരു ക്യാൻസറിൻ്റെ ഒരു സെല്ല് ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ മതി, കഴിഞ്ഞു, കുഴഞ്ഞാണ്ടി ആകെ വീണു. ചെയ്യാൻ പറ്റുന്ന ആളാണ് അല്ലേ? നമ്മൾ അവിചാരിതമായിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ പിടിച്ചു നിൽക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? ഇല്ല, ഇത്രയേ ഉള്ളൂ നമ്മൾ. കാരണം നമ്മൾ വെറും സൃഷ്ടി. ദൈവത്തിൻ്റെ ശ്വാസം നമ്മുടെ നാസാരന്തരങ്ങളിലേക്ക് വലിച്ചു കയറ്റിയപ്പോൾ ജീവൻ കിട്ടിയ വസ്തുക്കൾ മാത്രമാണ് നമ്മൾ. വെറും സൃഷ്ടി. പക്ഷെ നമ്മുടെ അഹങ്കാരം അങ്ങ് ഹിമാലയ പർവ്വതത്തിനേക്കാളും വലുതാ. ഞാൻ നടക്കാണ് കേട്ടോ പറയുന്നത്. എനിക്കെല്ലാം ചെയ്യാൻ പറ്റും, ഞാൻ ചെയ്യും, എനിക്ക് ചെയ്യാൻ പറ്റും. ദൈവത്തോട് നമ്മൾ മത്സരിക്കുകയാണ്. അതൊരു പാപമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിനോട് ഒബ്ലൈജ്ഡായിട്ട് വിധേയപ്പെട്ടിട്ട് ജീവിക്കും. പക്ഷേ നമ്മൾ ദൈവത്തോട് മത്സരിക്കും. രണ്ടാമത്,
കർത്താവിൻ്റെ സ്വരം ചെവി ചെവി കൊണ്ടില്ല. നമുക്ക് പറയും കർത്താവിൻ്റെ സ്വരം നമ്മൾ കേട്ടില്ല എന്നല്ലേ. എങ്ങനെയാണ് കർത്താവിൻ്റെ സ്വരം കേൾക്കാൻ പറ്റുക? കർത്താവിൻ്റെ സ്വരം കേൾക്കണമെങ്കിൽ കർത്താവിൻ്റെ കൂടെ ഇരിക്കണ്ടേ? ഭർത്താവിൻ്റെ സ്വരം കേൾക്കണമെങ്കിൽ ഭർത്താവിൻ്റെ അടുത്തിരിക്കണ്ടേ? മക്കളുടെ സ്വരം കേൾക്കണമെങ്കിൽ മക്കളുടെ അടുത്തിരിക്കണ്ടേ? തമ്പുരാൻ്റെ സ്വരം കേൾക്കണമെങ്കിൽ എന്ത് വേണം? തമ്പുരാൻ്റെ അടുത്തിരിക്കണം. അതെപ്പോൾ വരും? നേരത്തെ ബിസിനസ് അക്കൗണ്ട് അപ്പോൾ ഓടി വരും. അപ്പോൾ കർത്താവിൻ്റെ സ്വരം കേൾക്കാനായിട്ട് തോന്നും. അത് കഴിയുമ്പോഴോ രണ്ടുപേരും ചെവി അടച്ചു. പിന്നെ തമ്പുരാൻ്റെ സ്വരം കുറേ നാളത്തേക്ക് കേൾക്കില്ല അല്ലേ. മലാക്കിയുടെ പുസ്തകത്തിൽ പറയുന്ന പോലെ പിന്നീട് 400 വർഷങ്ങൾക്ക് സ്വർഗവുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നില്ല. യോഹന്നാൻ്റെ സ്ലാബ യോഹന്നാൻ്റെ ജനനം വരെ കംപ്ലീറ്റ് കമ്മ്യൂണിക്കേഷൻ ക്ലോസ്ഡ്, നെറ്റ്വർക്ക് ഇല്ല. ഇതാണ് നമുക്ക് സംഭവിക്കുന്നത്. നമുക്ക് കിട്ടേണ്ട കാര്യം കിട്ടിക്കഴിയുമ്പോൾ പിന്നെ നമ്മൾ കർത്താവിൻ്റെ സ്വരം ചെയ്യുക, ഇന്നത് ചെയ്യണം, അത് ചെയ്യില്ല. നമുക്ക് നമ്മുടേതായ വഴി. നമുക്ക് ഭയങ്കര അഭിമാനികളാണ്, ഭയങ്കര അഭിമാനമാണ് നമുക്ക്, ഭയങ്കര അഹങ്കാരം. ഇനി മൂന്നാമത്തത് എന്താ? പ്രവാചകന്മാർ വഴി നൽകിയ നിയമം ഞങ്ങൾ അനുസരിച്ചില്ല. അനുസരണക്കേട്, ദൈവത്തോടുള്ള അവഗണന, ദൈവത്തോടുള്ള നിന്ദനം, ദൈവത്തോടുള്ള അകൽച്ച അല്ലേ. ഇപ്പോൾ പലരും പറയുന്ന ഒരു വാക്യമാണ് നന്മ ചെയ്താൽ മതി. ഒരു മോട്ടിവേഷണൽ സ്പീക്കേഴ്സിൻ്റെ ഒരു 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 ഔട്ട്ഫ്ലോ ആണ് ഇപ്പോൾ. യൂട്യൂബിൽ കാണുന്ന ഒക്കെ മോട്ടിവേഷൻ സ്പീക്കേഴ്സാണ്. എന്താ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് പറയുന്നത്? നന്മ ചെയ്താൽ മാത്രം മതി. എന്താ നന്മ? എന്താ നന്മ? പഠിക്കാത്തവന് കോപ്പി അടിക്കുന്നത് നന്മയാണോ? പണ്ടത്തെ വാല്യൂ സിസ്റ്റംസ് നോക്ക്, പണ്ടത്തെ മൂല്യങ്ങൾ ഇന്ന് എവിടെയാണ്? പണ്ടൊക്കെ മൂല്യങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്കൊക്കെ ഈ കോളേജിൽ വാല്യൂ എഡ്യൂക്കേഷൻ ക്ലാസ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്. അതിൽ കുറേ പുസ്തകം, ലൈബ്രറിയിൽ മുഴുവൻ ഒരു വലിയ ബ്ലോക്ക് മുഴുവൻ വാല്യൂ എഡ്യൂക്കേഷൻ ബുക്സാണ്. അതിൽ വായിക്കുമ്പോൾ ഇങ്ങനെ വാല്യൂസ്, ലവ്, ഫെയ്ത്ത് ഒക്കെ പറഞ്ഞാൽ കുറേ വാല്യൂസ് ഉണ്ട്. അതൊക്കെ ഇപ്പോൾ കൊണ്ടുവരുമ്പോൾ അത് ഔട്ട്ഡേറ്റഡ് ആണ്, യാതൊരു വാല്യൂസും അല്ല. അതൊന്നും മൂല്യങ്ങളായിട്ടാരും അംഗീകരിക്കുന്നില്ല. അപ്പം നന്മ എന്ന് പറയുമ്പോൾ തമ്പുരാന് മാത്രം നന്മ അറിയുള്ളൂ. നമ്മുടെ നന്മയൊക്കെ കാലഘട്ടങ്ങൾക്കനുസരിച്ച് മാറുന്ന നന്മയാണ്, സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്ന നന്മയാണ്. അതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞത്, മക്കളെ ഈ നടുവിൽ നിൽക്കുന്ന മരത്തിൻ്റെ ഫലം മാത്രം നിങ്ങൾ കഴിക്കരുത്. അത് നന്മകളെക്കുറിച്ചുള്ള മരമാണ്. കാരണം നീ അല്ല നിശ്ചയിക്കുന്നത് നിനക്ക് ഏതാ നന്മയായിട്ടുള്ളത്. സാമുവേലിൻ്റെ അടുത്ത് മറ്റേ ഇസ്രായേൽക്കാർ ഒന്നിനും പറഞ്ഞില്ലേ, ഞങ്ങൾക്കൊരു രാജാവിനെ, മറ്റെല്ലാ രാജ്യങ്ങൾക്കും രാജാവുണ്ട്, ഞങ്ങൾക്കൊരു രാജാവിനെത്താ അല്ലേ. അവരുടെ രാജാവ് ആരായിരുന്നു? ദൈവമായിരുന്നു. വേണ്ട പഴഞ്ചൻ, കാണാത്ത രാജാവ്, മേഘങ്ങളിൽ നിന്ന് സംസാരിക്കുന്നത്, മനുഷ്യ പേടിപ്പെടുത്തുന്ന രാജാവ് പോട്ടെ. ഞങ്ങൾക്ക് നല്ലൊരു യൂത്ത്ഫുള്ളായിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള യുദ്ധം ചെയ്യാൻ കഴിവുള്ള മിടുക്കനായ ഒരു രാജാവ് അല്ലേ. ഏറ്റവും ഉയരം കൂടിയ ആളിനെ തന്നെ കർത്താവ് രാജാവാക്കി കൊടുത്തു, സാവൂൾ. അവനെപ്പോലെ സൗന്ദര്യമുള്ളവർ ആരും വന്ന് അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് പുസ്തകത്തിൽ പറയുന്നത്. അപ്പോൾ സൗന്ദര്യം തികഞ്ഞ, ആരോഗ്യം തികഞ്ഞ ഒരാളെ രാജാവാക്കി കൊടുത്തു. പുലിവാല് പിടിച്ചോ? എത്ര കാലം ആ പുലിവാല് അവർ പിടിച്ചു, ഇപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം നന്മ നമ്മൾ ആഗ്രഹിക്കുന്നതല്ല നന്മ, നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതല്ല നന്മ. ദൈവത്തിൻ്റെ നന്മ എന്താണെന്ന് അറിയണമെങ്കിൽ ദൈവവുമായിട്ട് നമ്മൾ സഹകരിക്കണം. അപ്പോൾ ഇവിടെ പറയാണ്, അവർ കർത്താവിനോട് മത്സരിച്ചു, കർത്താവിൻ്റെ സ്വരം ചെവിക്കൊണ്ടില്ല, പ്രവാചകന്മാർ വഴി നൽകിയ യാതൊരു നിയമവും ഞങ്ങൾ അനുസരിച്ചില്ല. ഇനി 9:5 നോക്കാം. 9:5 ഞങ്ങൾ അങ്ങയുടെ കൽപ്പനകളിലും ചട്ടങ്ങളിലും അകന്ന് അകൃത്യങ്ങളും അപരാധങ്ങളും ചെയ്യുകയും ദുഷ്ടതയോടെ വർത്തിക്കുകയും അങ്ങയെ ധിക്കരിക്കുകയും ചെയ്തു. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പാപങ്ങളൊക്കെ അന്നും ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ. നമ്മൾ വിചാരിക്കരുത് മൊബൈൽ ഫോൺ വന്നുകൊണ്ടായി പ്രശ്നം മുഴുവൻ വന്നേന്ന്. ഈ സ്വവർഗരീതിയും മറ്റെല്ലാ വൃത്തികേടും അന്ന് നമ്മുടെ ലോകത്തിൻ്റെ കാലത്തുണ്ടായിരുന്നു. അന്ന് മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നോ? അന്ന് ലാപ്ടോപ്പ് ഉണ്ടായിരുന്നോ? ഇൻ്റർനെറ്റ് ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പം നമ്മൾ ലാപ്ടോപ്പിനും ഇൻ്റർനെറ്റിനും പിന്നെ ഇതിനൊന്നും കുറിച്ച് എപ്പോഴും പറയണ്ട. അതാണ് പാപത്തിൻ്റെ ഹേതു. അത് വഴി പാപം വരുന്നുണ്ട്, ഓക്കെ. പക്ഷെ പാപം എന്ന് പറഞ്ഞ സാധനം മനുഷ്യൻ്റെ മനസ്സിൽ ആദത്തിൻ്റെ കാലം തൊട്ടുള്ളതാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നമുക്ക് കഴിയില്ല പ്രിയപ്പെട്ടവരെ. നമുക്ക് സ്വയം അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കഴിയില്ല. ഇനി പറയാണ്, ദാനിയേലിൻ്റെ പുസ്തകത്തിൽ പറയാണ്, അപ്പോൾ ശാപവും 9:13 പറയാണ്, ഈ അനുസരണക്കേട് നിമിത്തം ശാപവും ശിക്ഷയും ഞങ്ങളുടെ മേൽ ചൊരിയപ്പെട്ടിരിക്കുന്നു. ദൈവസ്നേഹം നിഷേധിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് ശാപവും ശിക്ഷയും. എന്നിട്ടും പറയാണ് വീണ്ടും ഇതിൻ്റെ പുസ്തകത്തിൽ പറയുന്നത്, ദാനിയേലിൻ്റെ ഇതിൽ 9:16 പറയാണ്, സത്യം ശ്രവിച്ചില്ല, അകൃത്യങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞില്ല, കാരുണ്യത്തിന് വേണ്ടി യാചിച്ചില്ല.
തെറ്റാണ്. ശാപവും ശിക്ഷയും മേല് കുമിഞ്ഞ് കൂടുമ്പോഴും തീരെ അസഹനീയമാകുമ്പോഴല്ലേ നമ്മൾ ഒരു ദേവാലയത്തിലോ ഒരു ധ്യാന കേന്ദ്രത്തിലോ വരുന്നത്. അല്ലേ പ്രിയപ്പെട്ടവരെ? ഒരുവിധം നമ്മളോട് സോൾവ് ചെയ്യാൻ നോക്കൂലേ? പരമാവധി നമ്മൾ സോൾവ് ചെയ്യാൻ നോക്കുക എങ്ങനെയെങ്കിലും. തീരെ ഗതികെട്ട് അസുഖം വരുമ്പോൾ എല്ലാ ആശുപത്രിയിലും പോയി, രാജഗിരിയിലും പോയി, ആസ്റ്ററിലും പോയി, എല്ലായിടത്തും പോയി. ഇനി ഒന്നുമില്ല, ഇനി വെല്ലൂരും കൂടെ ഉണ്ട്. അതും കൂടെ കഴിഞ്ഞിട്ടേ നമ്മൾ എവിടേക്ക് വരുള്ളൂ? തമ്പുരാൻ്റെ അടുത്തേക്ക് വരുള്ളൂ. ആദ്യം തമ്പുരാൻ്റെ അടുത്തേക്ക് വരുന്ന സ്വഭാവമില്ല. അപ്പോൾ ശാപവും ശിക്ഷയും നമ്മുടെ മേൽ ചൊരിയപ്പെട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? കർത്താവിൻ്റെ സ്വരം ശ്രവിക്കുന്നില്ല. അകൃത്യങ്ങളിൽ നിന്ന് നമ്മൾ പിന്തിരിയുന്നില്ല. ഇന്നൊരു കാര്യം കിട്ടി, അത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ പഴയ ലൈഫ് സ്റ്റൈലിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു പോകണത്. പിന്നെ തമ്പുരാൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ചുമില്ല. ഇത് നമ്മുടെ പാപം മാത്രമല്ല, പൂർവികരുടെ പാപം. ഈ എല്ലാം കൂടെ കുമിഞ്ഞ് കൂടി നമ്മുടെ വംശത്തിൽ വന്ന് നിൽക്കുകയാണ്. ഇതിന്നൊരു രക്ഷയില്ലേ? ഈ പാപത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ലേ? സാധിക്കും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ എല്ലാ പാപങ്ങളും ഏറ്റെടുത്ത് കുരിശിൽ മരിച്ച് നമുക്ക് രക്ഷ നേടിത്തന്നിരിക്കുന്നു. പാപമില്ലാത്തവൻ സകലർക്കും വേണ്ടി പാപമായി. വചനം പറയുന്നില്ലേ? അവനൊരു പാപം ചെയ്തിട്ടില്ല, പക്ഷെ എന്ത് ചെയ്തു? എല്ലാവരുടെ പാപവും അവൻ ഏറ്റെടുത്ത് അവനൊരു പാപമായി. ആ പാപം അവൻ ഏറ്റെടുത്തപ്പോഴാണ് പിതാവിനോട് പറഞ്ഞത്, അപ്പാ നീ പോലും എന്നെ ഉപേക്ഷിച്ചോ. കാരണം ദൈവവും പാപവുമായിട്ടൊരു ബന്ധമില്ല. സ്വന്തം പുത്രനാണെങ്കിലും ലോകത്തിൻ്റെ മുഴുവൻ പാപങ്ങൾ അവൻ ഏറ്റെടുത്ത് അവൻ പാപമായി തീർന്നപ്പോൾ പിതാവുമായുള്ള കമ്മ്യൂണിക്കേഷൻ അവിടെ നിന്നു. പിതാവായ ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നിന്നു. അപ്പോഴാണ് പറഞ്ഞത്, ദൈവമേ പിതാവേ നീ പോലും എന്നെ ഉപേക്ഷിച്ചോ എന്ന് ദൈവം ഈശോ കുശിൽ കിടന്ന് ദയനീയമായിട്ട് കരയാനുള്ള കാരണം പാപമില്ലാത്ത യേശു പാപമായി മാറി. ആ പാപത്തിനെ കുരിശിൽ തറച്ചു കൊന്നു. പാപത്തെ കൊന്നു, പിശാചിനെ കൊന്നു, ആ പാപത്തെ വധിച്ചു. മരണമില്ലാത്ത, ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നതാണ്, എനിക്ക് പ്രാർത്ഥിക്കാൻ ഇഷ്ടമുള്ളതാണ്. അതായത് മരണത്തെ ഇല്ലാതാക്കി. നിത്യമായിട്ട് നമുക്കൊരു മരണമില്ല അല്ലേ? നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? ജസ്റ്റ് ഒരു ട്രാൻസ്ഫർ. ഈ ലോകത്തുനിന്ന് വളരെ സുന്ദരമായ സ്നേഹം മുറ്റി നിൽക്കുന്ന ഒരു ലോകത്തിലേക്കുള്ളൊരു കടന്നുപോക്ക്. അത് മാത്രമാണ് മരണം. നിത്യമായിട്ട് നമ്മൾ മരിക്കുന്നില്ല. സാത്താൻ്റെ തല തകർത്തു അല്ലേ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണു? ഈ നല്ല ദൈവത്തിൻ്റെ പുറകെ പോവാതെ ഞാനും നിങ്ങളും സമൂഹം മുഴുവൻ ഇപ്പോഴെന്താ ഈ കാട്ടുകള്ളൻ്റെ പിറകെ പോയി. എന്നിട്ട് കിട്ടുന്ന ഓരോ അടിയും നമ്മൾ വരും. അപ്പോൾ നമുക്ക് രക്ഷയുണ്ട്. എവിടെ? കർത്താവിൻ്റെ കയ്യിൽ. കാരണം 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് കുരിശിൽ മരിച്ചു. കർത്താവ് കുരിശിൽ മരിച്ചതുകൊണ്ട് മാത്രം നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ആ രക്ഷ നമ്മൾ സ്വീകരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ യേശുവിനെ കർത്താവും രക്ഷകനുമായി നമ്മൾ ഏറ്റുപറയണം. അത് ഏറ്റുപറയണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ പാപങ്ങളെക്കുറിച്ച് നമ്മൾ അനുധപിക്കണം. പാപം നമ്മൾ ചെയ്തു പോകും. നമ്മൾ മനുഷ്യനാണ്. തമ്പുരാൻ അതറിയാം, പാപികളാണ്. തമ്പുരാൻ പറഞ്ഞു, നിങ്ങൾ പാപികളാണെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് വാ മക്കളെ, ഞാൻ നിങ്ങളെ പാപത്തിൽ നിന്ന് രക്ഷിക്കാം. നമ്മൾ അനുദപിച്ച്, ഞാൻ ഈ ക്രിസ്മസ് സമയത്ത് പറയാണ്, നമ്മളൊരു നല്ല കുമ്പസാരം കഴിക്കണം. പള്ളിയിൽ അച്ഛൻ അവിടെ ഇരിക്കുന്നതുകൊണ്ട് ഓടിച്ചെന്ന് കുമ്പസാരിച്ചുകൊണ്ട് കുമ്പസാരം ആവില്ല. അത് വളരെ ക്ലിയറാണ്. അപ്പോൾ ആ നേരത്തെ നമ്മുടെ മനസ്സിൽ 4-5 പാപം ഓർമ്മ വരും. അത് പോയി പറഞ്ഞു. അതല്ല, നമുക്ക് ഇതൊക്കെ പ്രാക്ടിക്കലാക്കാൻ നമുക്ക് പറ്റും. കുമ്പസാരിക്കാൻ പോകണമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ 2 ദിവസം മുമ്പ് നമ്മൾ ആലോചിച്ച് നോക്കിയേ, കർത്താവിന് മുമ്പിൽ ഇരുന്ന് നോക്കിയേ. എനിക്ക് നിങ്ങളോട് പറയാമോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഒരു കുമ്പസാരത്തിന് പോയി. അപ്പോൾ എനിക്കാണെങ്കിൽ ഒരു സുഖേടുണ്ട്. ഒരു അസുഖമല്ല കേട്ടോ. എനിക്ക് കുഞ്ഞു കുട്ടികൾ, വല്ലാണ്ട് കറുത്ത കുട്ടികളെ കണ്ടാൽ എനിക്ക് വല്ലാണ്ടൊരു പ്രയാസമാണ്. ന്യൂ ബോൺ ബേബീസ്, കറുത്ത കുഞ്ഞുങ്ങളെ കണ്ടാൽ എനിക്ക് അവരെടുക്കാൻ പറ്റില്ല. എൻ്റെ വീട്ടിൽ കറുത്തവരും വെളുത്തവരും ഒക്കെ ഉണ്ട്, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ കുഞ്ഞു കുട്ടികൾ ഇങ്ങനെ കറുത്ത കുഞ്ഞുങ്ങളെ കണ്ടാൽ എനിക്ക് എടുക്കാൻ തോന്നില്ല, ഞാൻ അകന്ന് നിൽക്കും. അപ്പോൾ അതൊരു പാപമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുമ്പസാരിക്കാനിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ സ്ട്രോങ് ആയിട്ട് പറയണേ, അത് നീ ഏറ്റുപറയും, എൻ്റെ കറുത്ത കുഞ്ഞുങ്ങളെ ഇഷ്ടമില്ല എന്നുള്ളത്. എന്നിട്ട് ഞാൻ കുമ്പസാരിക്കാൻ പോയ അച്ഛനോ അത് അതിനേക്കാളും കറുത്തുള്ള ഒരാളായിരുന്നു. ഞാൻ പറഞ്ഞു, അച്ഛാ മനസ്സിൽ വിഷമം വിചാരിക്കരുത്, അച്ഛനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. എനിക്ക് കറുത്ത കുഞ്ഞുങ്ങളെ എടുക്കാനായിട്ട് ഭയങ്കര മടിയാണ്. എനിക്ക് എന്തോ ഇഷ്ടമില്ലായാണ്. എൻ്റെ ബ്രദർ നല്ല കറുത്തതാണ്, എൻ്റെ ചേച്ചിമാരൊക്കെ കറുത്തതാണ്. എൻ്റെ വീട്ടിൽ ഇഷ്ടംപോലെ കറുത്ത കുട്ടികളുണ്ട്.
എൻ്റെ വീട്ടിലേക്ക് വരുന്ന ജോലിക്കാർ കറുത്ത, അതൊന്നും എനിക്ക് പ്രയാസമില്ല. പക്ഷേ ന്യൂ ബോൺ ബേബീസ് കറുത്ത കുട്ടികളെ കണ്ട് എനിക്ക് എടുക്കാൻ ഒരു പ്രയാസമാണ്. അപ്പോൾ അത് പാപമല്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിനെക്കുറിച്ച് ഏറ്റു പറഞ്ഞിട്ടില്ല, അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. പക്ഷെ കർത്താവിൻ്റെ ചെവിയിലോ എന്ന് പറയാം, ഈ പാപം നീ ഏറ്റു പറയണം. എത്രയോ എൻ്റെ പ്രായത്തോളം പ്രായമുണ്ടല്ലോ ആ പാപത്തിനും. ഇത്രയും കാലം ഞാനത് പറഞ്ഞിട്ടില്ല. ഞാനത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു ആശ്വാസം. നിൻ്റെ ദൈവമേ, ഇതൊരു പാപമായിട്ട് ഞാൻ കണക്കാക്കിയില്ല, സോറി. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ചെറിയ ചെറിയ പാപങ്ങളുണ്ടാകും പ്രിയപ്പെട്ടവരെ. ഈ കുഞ്ഞു പാപങ്ങൾ നമ്മൾ ഈ ക്രിസ്മസിനെ കുമ്പസാരിക്കുമ്പോൾ വെറുതെ ഒരു കടത്ത് കഴിക്കുന്ന പോലെ ഒരു ഇതുപോലെ ചെയ്യാതെ നമ്മുടെ മനസ്സിൽ സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഇരുന്ന് നമ്മുടെ വീട്ടിലോ എവിടെയെങ്കിലും നടക്കുമ്പോഴായാലും മതി, പരിശുദ്ധാത്മാവ് എവിടെ വേണമെങ്കിലും പ്രവർത്തിക്കും. കർത്താവ് ഒരു നല്ലൊരു കുമ്പസാരം കഴിക്കാൻ ആഗ്രഹമുണ്ട്. ഈ പാപങ്ങളൊക്കെ കൃത്യമായിട്ട് ഞാൻ ഏറ്റു പറയേണ്ട പാപങ്ങൾ. ഭാര്യേനൊന്നും അടിച്ചു, അതിനെന്താ എൻ്റെ ഭാര്യയല്ല, എനിക്ക് അടിച്ചൂടെ? ശരിയാണ്, പാപമാണോ? അല്ല. ഭർത്താവിനെ തെറി വിളിച്ചു, അവനെൻ്റെ ഭർത്താവല്ലേ, പറഞ്ഞൂടെ? അല്ല, റൈറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ? അങ്ങനെ 100 പാപങ്ങൾ നമ്മുടെ ഹൃദയത്തിലുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്മസ് ദിവസങ്ങൾ ഒരുങ്ങുമ്പോൾ, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രകടനമായ ഈ ക്രിസ്മസിന് നമ്മൾ ഒരുങ്ങുമ്പോൾ, ദൈവം നമുക്ക് നേടിത്തന്ന രക്ഷ നമുക്ക് സ്വീകരിക്കണമെങ്കിൽ, ആ സ്നേഹത്തിൽ നമ്മൾ വളരണമെങ്കിൽ, നമ്മുടെ പാപങ്ങളെക്കുറിച്ച് അനുദപിക്കുക, ഈശോയെ രക്ഷകനും നാഥനുമായി നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുക, ആദരം കൊണ്ട് നമ്മൾ ഏറ്റുപറയുക. എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുന്നു. താങ്ക് യു. നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വ കർത്താവേ, പുകഴ്ച കർത്താവേ, നന്ദി യേശുവേ. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.